بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على سيدنا وشفيعنا محمد صلى الله عليه وعلى آله وصحبه والذين اتبعوهم بإحسان. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ولا حول ولا قوة إلا بالله العلي العظيم. ربي يسر ولا تعسر، ربي زدنا علما وحلما وفهما وعقلا وأدبا. ربي تمم بالخير والسعادة والله ولي التوفيق ومنه التحقيق وبه التصديق. إنما الأعمال بالنيات والعاقبة للمتقين. ഇനി ഫൈൻ അജസ ഫമുസ്തൽഖിയൻ, അങ്ങനല്ലേ? അതായത് നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇരിക്കണം എന്ന് പറഞ്ഞ്, ഇരിക്കാൻ കഴിയില്ലെങ്കിൽ ഫമുൽത്തജിഅൻ. അപ്പോൾ ഫൈൻ അജസ അനിൽ ജംബി ബിൽമാന സാബിഖ്, ജംബിനെ തൊട്ട് ആജിസായാൽ എന്ന് പറഞ്ഞാൽ ഇൽത്തിജാ, ചെരിഞ്ഞു കിടക്കൽ സാധിക്കുന്നില്ലെങ്കിൽ എന്നർത്ഥം. പിന്നെ അപ്പോൾ ഫൈൻ അജസാനി സലാത്തി ബിൽ ജംബീന ബിൽ മൈനസ് സാബിക, നേരത്തെ പറഞ്ഞ ആ മഷക്കത്തും ശരീരത്തുണ്ടല്ലോ, ആ നിലക്ക് അശക്തനായാൽ, അത് എങ്ങനെ ഇവന് അജിസ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞത്? വലൗ ബി മാരിഫത്തി നഫ്സിഹി ഔ ബി ഖൗലി തബീബിൻ സിഖലിൻ വലൗ സിഖത്തിൻ വലൗ അദില റിവായത്തിൻ ഫിമാ യദ്ഹർ ലഹു ഇൻ സല്ലൈത മുസ്തൽഖിയൻ അംകന മുദാവാത്തു ഐനിക മസലൻ. എന്തിനാ അവിടെ പറഞ്ഞത്? ഇവന് അജിസ് ഉണ്ട് എന്നുള്ളത് മാരിഫത്ത് നഫ്സിഹി, ഇവന് സ്വന്തം അറിഞ്ഞതാണെങ്കിലും അജിസ് ഉണ്ടോ എന്നുള്ളത് സ്വന്തം അറിയൽ തന്നെയല്ലേ? അല്ലെങ്കിൽ പിന്നെന്താണ് തബീബ് പറഞ്ഞാലും മദീന പിന്നെ പറയുന്നത്? ഇതുപോലെ എവിടെ പറഞ്ഞിട്ടില്ല. ഖിയാമിന്റെ ആജിസിന്റെ അവിടെയും എന്ന പോലെ ഖുഊദ് ജുലൂസ് ഇരിക്കുന്നതിന് ആജിസാകുന്ന സ്ഥലത്തും പറഞ്ഞിട്ടില്ല. പക്ഷെ വശം ചെരിഞ്ഞ് കിടക്കുന്ന സ്ഥലത്ത് ഇത് പറഞ്ഞു. അത് വലൂബി മാരിഫത്തി നഫ്സിഹി, ഇവന് സ്വന്തം അറിഞ്ഞതാണ് അജിസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു തബീബ് പറഞ്ഞതാണ്, സിഖത്തായ തബീബായിരിക്കണം. വലോ അദില റിവായത്തിന്, അത് അതിൽ റിവായത്താണ്. അപ്പോൾ ഒരു അടിമയായ സ്ത്രീയാണ്, അല്ലെ അടിമയായ പുരുഷനാണ്, അല്ലെങ്കിൽ സ്ത്രീയാണ്, ലേഡി ഡോക്ടറാണ് പറഞ്ഞതെന്ന് അർത്ഥം, എന്നാലും മതി. ഫിമാ യദ്ഹറു, പിന്നെ അവലു അതില റിവായത്തിന് എന്ന് പറഞ്ഞെടുത്ത് ഫിമാ യദ്ഹറു, അതാണ് ബഹ്സ്. പിന്നെ ആരോട് പറഞ്ഞു? ലഹു, ഇവനോട് പറഞ്ഞു. ഖൗലിനോട് ബന്ധിച്ചത് ലഹു എന്നല്ല. അപ്പൊ തബീബ് ഇവനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇൻസല്ലൈത്ത മുസ്തൽഖിയൻ, നീ മലർന്നു കിടന്ന് നിസ്കരിച്ചാൽ അംഗന മുദാവാത്തു ഐനിക്ക, നിന്റെ കണ്ണ് ചികിത്സിക്കാൻ കഴിയും. മസലൻ, കണ്ണ് എന്ന് പറഞ്ഞ ഉദാഹരണം പറഞ്ഞാണ്. അപ്പൊ അതിന് മലർന്നു കിടന്ന് നിസ്കരിക്കണം എന്നുണ്ട്. ചെരിഞ്ഞു കിടന്നാലോ ആ കണ്ണ് ചികിത്സിക്കാൻ കഴിയൂല. എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞു കിടന്നാൽ കണ്ണിൽ മരുന്ന് നിൽക്കൂലല്ലോ. അപ്പൊ കണ്ണിൽ മരുന്ന് ഒഴിച്ചിട്ട് ഒരു 4 മണിക്കൂർ നിർത്തണം നോക്കുക, അങ്ങനെയൊക്കെ ചികിത്സ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്താണ്, ആ മഗ്‌രിബ് നിസ്കരിക്കണോ അസർ നിസ്കരിക്കണോ? അപ്പോൾ ചെരിഞ്ഞു കിടന്നാൽ മരുന്ന് പോയി പോവും. അത് മലർന്ന് കിടന്ന് നിസ്കരിച്ചാൽ ആ കണ്ണിൽ നിൽക്കുമല്ലോ. ഇങ്ങനെ തബീബ് പറഞ്ഞു. വിശ്വസ്തനായിരിക്കണേ പറഞ്ഞൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതി. അപ്പൊ ഇത് ഇൽത്തിജായിനെ തൊട്ട്, ചെരിഞ്ഞു കിടക്കലിനെ തൊട്ടുള്ള അജിസാണ്. അതായത് കിടക്കൽ എന്താണ്? ഇപ്പൊ 2 രൂപം, ചെരിഞ്ഞു കിടക്കുക, മലർന്ന് കിടക്കുക എന്നുള്ളത്. നിന്നാല് അജിസ് എന്ന് പറഞ്ഞാൽ വീണു പോവുക എന്നുള്ളതാണ്, അല്ലേ? വീണു പോകുന്ന തബീബ് പറഞ്ഞാൽ മതിയാവോ? അത് മതിയാവൂല. ഇരുന്നാല് എന്താണ് അജിസ് എന്ന് പറഞ്ഞാൽ? ഇരിക്കാൻ കഴിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇരുന്നാൽ വീണു പോവും, അതാണ്. അവിടെയും തബീബ് പറഞ്ഞാൽ മതിയാവൂല. എന്നാൽ ചെരിഞ്ഞു കിടക്കുക, നിവർന്ന് കിടക്കുക എന്ന് പറഞ്ഞാൽ കിടക്കുന്നിടത്ത് പിന്നെന്താകാനാ? അത് ചെരിഞ്ഞാലും നിവർന്നാലും അതാ, അവിടെ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് അത് മുബാലകത്തായി പറഞ്ഞു. വലൗബി മാരിഫത്തി നഫ്സിഹി ഔ ബി ഖൗലി തബീബിൻ, ചെരിയാൻ പറ്റാത്ത എന്താണ്? തളർന്നു പോയ ആളാണെങ്കിൽ നിവർന്ന് കിടക്കാൻ കഴിയൂല, അപ്പൊ ചെരിയാൻ കഴിയൂല ഒന്നങ്ങനെ. അല്ലെങ്കിൽ ചെരിയാൻ ആ വശത്ത് എന്തെങ്കിലും എന്താണ് മുറിവോ പൊള്ളലേൽക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, അതപ്പോ എന്താണ്? ഹഖീഖിയായ അജിസ. ഈ പറഞ്ഞ ബി മാരിഫത്തി നഫ്സിഹി ഔ ബി ഖൗലി തബീബിൻ എന്നിങ്ങനെ പറയുന്നത് ഹുക്മിയായ അജിസാണ്.
അതിവിടെ വരുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞതെന്ന് മനസ്സിലാകുന്നത്. പിന്നെ അപ്പോൾ മുസ്തൽഖിയൻ, അപ്പോൾ മലർന്നു കിടന്ന് നിസ്കരിക്കണം. യുസല്ലി അലാ ലഹ്രിഹി, അതാണ് ലഹ്ർ, അതിനെ ഊന്നുക എന്നാണല്ലോ. സല്ലാല ഖദമിഹി എന്ന് പറഞ്ഞാൽ കാലൂന്നി നിസ്കരിച്ചു എന്നല്ലേ. സല്ലാല റുക്ബത്തൈഹി എന്ന് പറഞ്ഞാൽ മുട്ടു ഊന്നി നിസ്കരിച്ചു എന്ന് പറയുന്ന പോലെ സല്ലാല ലഹ്രിഹി എന്ന് പറഞ്ഞാൽ ആ പിന്നെ പുറം മുതുക് എന്ന് പറഞ്ഞ പെരടി മുതൽ താഴോട്ട് എന്താണ് ചന്തി വരെ നട്ടെല്ലാം അവസാനിക്കുന്ന വരെയുള്ള ഭാഗത്തിനാണല്ലോ ലഹ്ർ എന്ന് പറയുക. അപ്പോൾ ഈ ലഹ്റിന്റെ മേലിൽ അവലംബിച്ചുകൊണ്ട് നിസ്കരിക്കണം. വാഹ്മസാഹു ഇലൽ ഖിബിലത്തി, അങ്ങനെ വരണം. ഇവന്റെ കാൽപാദത്തിന്റെ എന്താണ് കാൽപാദം എന്നാണ് അഹ്മസിന് പറയല്. പക്ഷെ ശരിക്കും അഹ്മസ് എന്ന് പറഞ്ഞാൽ കാൽപാദം അല്ല. അവിടെ ഈ ഉയർന്നു നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, കാൽപാദത്തിന്റെ നടുവില് കുറച്ച് മുകളിലേക്ക് തള്ളി നിൽക്കുന്ന ആ സ്ഥലം, അതിനാണ് അഹ്മസ് എന്ന് ശരിക്കും പറയാം. അപ്പൊ അവിടെ അങ്ങോട്ട് വരണം, ഖിബിലയിലേക്കാകണം, ആ നിലക്ക് നിസ്കരിക്കണം. വാഹ്മസാഹു എന്ന് പറഞ്ഞ വാവ് ഹാലിയാണ്. ഖബറിൻ നസായി അസ്സാബിഖി, അത് നേരത്തെ പറഞ്ഞ ഹദീസാണ്. മുൽത്തജിയായി പറ്റുന്നില്ലെങ്കിൽ ഇപ്പൊ മുസ്തൽഖിയൻ എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹുവിനോടല്ലേ പറഞ്ഞേ വയജിബു അൻ തഹ്ത റഅസിഹി. അപ്പോ ഇങ്ങനെ ഇസ്തിൽഖാ ആവുമ്പോ തലന്റെ അടിയിൽ വെക്കലും നിർബന്ധമാണ്. നഹു മിഹദ്ദത്തിൻ, ഒരു തലേണ പോലത്തത്. തലേണ പോലത്തത് എന്ന് പറഞ്ഞാൽ തലേണ തന്നെ ആകണമെന്നില്ല, ഒരു ഇഷ്ടിക വെച്ചാലും മതി, ഒരു മരക്കഷ്ണം വെച്ചാലും മതി. അങ്ങനെ ലിയസ്തഖ്ബില ബിവജ്ഹിഹിൽ ഖിബ്ലത, അപ്പൊ തല ഉയർത്തി വെക്കുന്ന എന്തിനാ? അത് മുഖം കൊണ്ട് എന്താണ് ഇസ്തിഖ്ബാല് കിട്ടാൻ എന്നാണ്. മുഖം കൊണ്ട് ഇസ്തിഖ്ബാലുൽ ഖിബ്ല കിട്ടാനാണ്. ലിയസ്തഖ്ബിലൽ ഖിബ്ലത എന്നല്ല, സമാഇനെ അല്ല, ആകാശത്തിന് ഇസ്തിഖ്ബാൽ ചെയ്യല്ല വേണ്ടത്, മുഖം കൊണ്ട് ആ ഖിബ്ലയെ ഇസ്തിഖ്ബാൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടത്. അപ്പൊ ഈ തല ഉയർത്തി വെക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ സാധാരണ ഉറങ്ങാൻ കിടക്കുമ്പോൾ വെക്കുന്ന തലേണ വെച്ചാൽ മതിയാവൂല. ആ തലേണ വെക്കുക എന്ന് പറഞ്ഞാല് മുഖം എങ്ങോട്ട് തന്നെ ആയിരിക്കും? മുകളിലേക്ക് തന്നെ ആയിരിക്കും. അപ്പോ മയ്യത്തിനെ കിടത്തുന്നിടത്തൊക്കെ തല ഉയർത്തി വെക്കൽ സുന്നത്താന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. മലർത്തി കിടത്തുകയാണെങ്കിൽ, ചെരിച്ച് കിടത്തുകയാണെങ്കിലല്ല. അപ്പൊ അത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തല മുഖം ഇങ്ങോട്ട് വളഞ്ഞിരിക്കുന്ന രീതിയിൽ എന്താണ് ഒരു ഉയരം വെക്കണം, അങ്ങനെ വേണ്ടത്. എന്നാലല്ലേ മുഖം ഖിബിലയിലേക്കാവുള്ളൂ. ഇത് വാജിബാണെന്ന് അറിയുന്നത്, യജിബോയാണ് അല്ലേ. അപ്പൊ തല ഇങ്ങനെ എന്താണ് മടങ്ങിയിരിക്കുന്ന പോലെ, മുഖം ഖിബിലയിലേക്ക് വരുന്ന പോലെ ആ രീതിയിൽ ഉയർത്തി വെക്കണം എന്നാ. ഇല്ലായക്കുന ദാഖിലൽ കഅബത്തി, അത് നിർബന്ധം എന്ന് പറഞ്ഞത് ഇവൻ കഅബന്റെ ഉള്ളിലായാൽ ഒഴികെ. ഉള്ളിലാകുമ്പോ തന്നെ വഹിയ മസ്കൂഫത്തുൻ, ആ കഅബ സഖഫ് മേൽക്കൂര ഉള്ളതുമാണ്. കഅബ മേൽക്കൂര ഉള്ള അവസ്ഥയിൽ ഇവൻ കഅബന്റെ ഉള്ളിൽ മലർന്നു കിടന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അപ്പൊ അവന്റെ ഇസ്തിഖ്ബാൽ മുകളിലേക്കാവുമ്പോ അത് കഅബന്റെ മേൽക്കൂരയിലേക്കായിരിക്കുമല്ലോ. അപ്പൊ പിന്നെ എന്താക്കേണ്ട ആവശ്യമില്ല, തല ഉയർത്തി വെക്കേണ്ട ആവശ്യമില്ല, തലേന്റെ അടിയിലൊന്നും വെക്കണ്ട. ഒന്നിലിങ്ങനെ മസ്കൂഫത്താണ്, ഔ ബി അലാഹ, അല്ലെങ്കിൽ ഈ കഅബന്റെ മുകൾ ഭാഗത്തുണ്ട് മാ യസിഹു ഇസ്തിഖ്ബാലുഹു. മാ യസിഹു എന്ന് പറഞ്ഞാൽ യുംകിനു എന്നർത്ഥം. അതിനെ ഇസ്തിഖ്ബാൽ ചെയ്യൽ സാധ്യമാകുന്ന ഒന്ന് ഉണ്ട്. അതായത് പൂർണ്ണമായും എന്താണ് മേൽക്കൂര ഇല്ല, ഒരു വശത്തുണ്ട് ഒരു കഷ്ണം ഇങ്ങനെ. അപ്പൊ അതിലേക്കാണ് ഇവന്റെ മുഖം എന്ത് ചെയ്യുക, ഇസ്തിഖ്ബാൽ വരിക, എന്നാലും മതി. ഇനി വഫി ദാഖിലിഹ, വേറെ വിഷയം പറയാം. കഅബന്റെ ഉള്ളില് ലഹു, ഇവന് ജായിസാണ് അൻ യുസല്ലിയ മുങ്കബ്ബൻ അലാ വജ്ഹിഹി. ആർക്ക്? ഇവന് ഈ ചെരിഞ്ഞിടന്ന് നിസ്കരിക്കാൻ കഴിയാത്തവൻ മലർന്ന് നിസ്കരിക്കണമെന്നാണല്ലോ ഇപ്പൊ പറഞ്ഞേ. അത് കഅബ അല്ലാത്ത ഏത് സ്ഥലത്തും എന്താണ് മലർന്ന് കിടന്ന് തന്നെ നിസ്കരിക്കാൻ പറ്റുള്ളൂ. കഅബന്റെ ഉള്ളിലാണെങ്കിൽ എന്താണ് കമഴ്ന്ന് കിടന്ന് നിസ്കരിക്കാം. അപ്പൊ കഅബന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ കഅബന്റെ മേൽക്കൂരന്റെ മുകളിലായാലും അത് മതിയാവുമല്ലോ അല്ലെ. പിന്നെ അലാ വജ്ഹിഹി, മുഖം കുത്തിക്കിടക്കുക, മുഖത്തിന്റെ മേൽ കമഴ്ന്ന് കിടക്കുക എന്നർത്ഥം. വലവുമ ഖുദ്റത്തി അലൽ ഇസ്തിൽഖാഇ, അത് ഇസ്തിൽഖാഇന് കഴിവുണ്ടെങ്കിലും എന്താണ് ഈ ഇൻകിബാബ് പറ്റും, കമിഴ്ന്നടക്കൽ പറ്റും. മലർന്നടക്കാൻ പറ്റുമെങ്കിലും കമിഴ്ന്നടക്കാം. ഫീമാ യദ്ഹറു, കാരണം എന്താ ഇസ്തിവായിൽ കൈഫിയ്യത്തേനി ഫീ ഹഖ്ഖിഹി ഹീനഇദിൻ, കാരണം രണ്ട് കൈഫിയ്യത്തും മുകളിലേക്ക് മലർന്നു കിടക്കുക എന്ന് പറഞ്ഞാൽ കമിഴ്ന്ന് കിടക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് കൈഫിയ്യത്തും തുല്യമാണ് ഇവൻ ഫീ ഹഖ്ഖിഹി, ഇവന്റെ ഹക്കിൽ ഹീനഇദിൻ എന്ന് പറഞ്ഞാൽ ഇവൻ കഅബന്റെ ഉള്ളിലാകുമ്പോ മലർന്നു കിടന്നാല് അതിന്റെ സഖ്ഫോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു ഭാഗത്തോടോ ആണ് ഇസ്തിഖ്ബാല്. താഴോട്ടാവുമ്പോഴോ
അതിന്റെ എന്താണ് ഭൂമിയോട് അർലുൽ കാബ ഉണ്ടല്ലോ, അതിനോട് ഇസ്തിഖ്ബാൽ ഉണ്ടാവും. ഇനി വൈങ്കാനൽ ഇസ്തിൽഖാവ് ആവൂല. ഇത് രണ്ടും ജായിസാണെങ്കിലും നല്ലത് എന്ത് തന്നെയാണ്, കാബന്റെ ഉള്ളിലാവുമ്പോഴും ഇസ്തിൽഖാവ് തന്നെയാണ് ആവൂല. വയൽഹർ വന്ന കൗലഹും. ഇനി മസല പറയുന്നു, അഹ്മസാഹു ഇലൽ കാബത്തി എന്ന് പറഞ്ഞില്ലേ, ഇലൽ ഖിബിലത്തി, ആ പറയുന്ന നിർബന്ധം ഇല്ല എന്നാ പറയുന്നത്. നേരത്തെ പറഞ്ഞ യുസല്ലി അലാ ലഹരിഹി എന്ന് പറഞ്ഞ നിർബന്ധം തന്നെയാണ്, എന്നാലല്ലേ ഇസ്തിൽഖാവ് ഉണ്ടാവുള്ളൂ. ചില കിതാബിൽ യുസല്ലി അലാ ഖഫാഹു എന്നുണ്ടാവും, അത് നിർബന്ധം തന്നെയാണ്. എന്നാൽ ഈ വാഹ്മസാഹു ഇലൽ ഖിബിലത്തി എന്ന് പറഞ്ഞ നിർബന്ധമാണെന്ന് തോന്നും അവിടുന്ന്, അതങ്ങനെ അല്ല എന്നാ പറയുന്നത്. പിന്നെ അതാ വയൽഹറു അന്ന കൗലഹും വാഹ്മസാഹു ഔ റിജ്ലാഹു. ഇവിടെ പറഞ്ഞ അഹ്മസാഹു എന്നാണ്, വേറെ ചില കിതാബിൽ അയിമത്ത് റിജ്ലാഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. കാല് ലിൽ ഖിബിലത്തി, ഖിബിലയിലേക്കായിട്ട് മലർന്ന് നമസ്കരിക്കണം എന്ന് പറഞ്ഞ കൗല് ആരെ പോലെ, കൽ മുഹത്തലിരി, മരണമാസന്നമായ ആളെ പോലെ. അയാൾ എന്താക്കണം, അയാളെ മലർത്തിക്കിടത്തണം, മുഖം ഖിബിലയിലേക്കാക്കണം, പിന്നെ 2 കാൽപാദവും ഖിബിലയിലേക്കാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ. ഇത് അഹ്മസാഹുലിൽ ഖിബിലത്തിന് ഇവിടെ അവിടെയും പറഞ്ഞില്ല. ഈ ബയാനിൽ അഫ്ലലി, അത് അഫ്ലല് വിശദീകരിക്കാനാണ്. അഫ്ലൽ അതാണെന്നേ ഉള്ളൂ. ഫലായലുറു ഇഖ്റാജുഹുമാൻഹ. അപ്പോ ആ 2 കദമിന് ഖിബിലയും കാബയെ തൊട്ട് തെറ്റിക്കുന്നതിൽ ഇഖ്റാജ് ചെയ്യുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല, നിസ്കാരം ശരിയാവും എന്നർത്ഥം. അപ്പൊ ഇഖ്റാജ് ചെയ്യൽ എങ്ങനെ, മടക്കി വെച്ചു നിൽക്കുക, മടക്കി കുത്തി വെച്ചു, അപ്പൊ അഹ്മസ് താഴോട്ടാണല്ലോ. അല്ലെങ്കിൽ ഈ തറബു, ചന്ദനപ്പൂട്ടിട്ടിരിക്കുമ്പോ ഇങ്ങനെ കാല് മടക്കി വെക്കുമല്ലോ, എന്ന പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി വെച്ചു. എന്നാലും കിബിലക്കായി കിടക്കുമ്പോൾ നമ്മളെ നാട്ടിൽ തെക്കോട്ടും വടക്കോട്ടും ആയിട്ട് കാല് മടക്കി വെച്ചു, അല്ലെങ്കിൽ കാല് നാട്ടി വെച്ചു, ഇങ്ങനെയൊക്കെ ആകാം, എന്നാലൊക്കെ ശരിയാവും. ലി അന്നഹു ലായംന ഇസ്മൽ ഇസ്തിൽഖായി. അങ്ങനെ കാല് കിബിലക്കായില്ലെങ്കിലും ഇസ്തിൽഖാ എന്ന പേരിനെ തടയൂല. ഇസ്തിൽഖാ അല്ലേ വേണ്ടത്. ഇസ്തിൽഖാവ് പേരിനെ തടയൂല എന്നതിന് പുറമെ ഇസ്തിഖ്ബാലോ, അത് മുഖം കൊണ്ടുണ്ടല്ലോ. അതാ വൽ ഇസ്തിഖ്ബാലു ഹാസിലും ബിൽ വജിഹി. നിസ്കാരത്തിന്റെ ഷർത്തായ ഇസ്തിഖ്ബാൽ ഇവിടെ മുഖം കൊണ്ട് ഉണ്ടായതാണ്. അപ്പോ എന്താണ് ലാറല്ല. ഇത് രണ്ടാലൊന്നിന് കുഴപ്പം വന്നാലാണ് ലാറാകുക. ഇസ്തിൽഖാവ് എന്ന് പറഞ്ഞ പേര് ഉണ്ടാകുന്ന രീതി വേണം, എന്നപോലെ ഇസ്തിഖ്ബാലും വേണം. അത് രണ്ടും ഉണ്ടായിട്ടുണ്ട്. കമാമറ ഫലം യജിബു ബി ഗൈരിഹി. അപ്പൊ മുഖം അല്ലാത്തത് കൊണ്ട് നിർബന്ധമില്ല. മിമ്മാലം യുഹദിൽ ഇസ്തിഖ്ബാലു ബിഹി. ഗൈർ എന്താണ് ഇവിടെ ആ ഒരു എന്താണ് അവയവം കൊണ്ട് ഇസ്തിഖ്ബാൽ അറിയപ്പെടാത്തതാണ്. അങ്ങനത്തെ ഒന്നുകൊണ്ട് തീരെ നിർബന്ധമില്ലാന്ന്. കാലിന്റെ എന്താണ് അടിഭാഗം കൊണ്ടുള്ള ഇസ്തിഖ്ബാൽ ശറയിൽ അറിയപ്പെട്ടതാ, അത് അറിയപ്പെട്ടതല്ലോ. ഇസ്തിഖ്ബാൽ ഒന്നുകിൽ എന്താകുക, മുഖം കൊണ്ട്, അല്ലെ നെഞ്ചുകൊണ്ട്, അല്ലെ മുഴലമുൽ ബദന് കൊണ്ട്, ഇങ്ങനെയൊക്കെയല്ലേ മുമ്പ് പറഞ്ഞത്. അപ്പോ അത് തീരെ നിർബന്ധമില്ല. പിന്നെ ഇൻ ഫുരിള തഅസ്സുറുഹു ബിൽ വജ്ഹി. എന്നാല് മുഖം കൊണ്ട് സാധിക്കൂലെന്ന് വെക്കുക, മലർന്ന് കിടക്കാൻ പറ്റും, ആ തല വളച്ച് കിബിലക്കാക്കാൻ കഴിയൂല, പെരടി വേദനയാണ്, മടക്കാൻ കഴിയൂല. അങ്ങനെയാണെങ്കിലോ ഇൻ ഫുരിള തഅസ്സുറുഹു ഇസ്തിഖ്ബാൽ മുതഅദ്ദിറാണ്, അസാധ്യമാണ് ബിൽ വജ്ഹി, മുഖം കൊണ്ട്. ഇങ്ങനെ സങ്കല്പിച്ചാൽ ലം യബുദ് ഈജാബുഹു ബിർ റിജ്ലി. അപ്പൊ ബഈദല്ല ഈജാബുഹു, ആ ഇസ്തിഖ്ബാൽ നിർബന്ധാക്കൽ ബിർരിജ്ലി, റിജ്ലി കൊണ്ട്, ഹീന ഇതിൻ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ വജ്ഹു കൊണ്ട് തഅസ്സുറാകുമ്പോ, തഹ്സീലൻ ലഹു ബി ബഅലിൽ ബദനി. എന്തിനാണ് ആ ഇസ്തിഖ്ബാൽ ഹാസിലാക്കാൻ വേണ്ടി, ആ ബി ബഅലിൽ ബദനി ശരീരത്തിന്റെ ബഅല് കൊണ്ട് ഹാസിലാക്കാൻ വേണ്ടി, മാ അംകന എത്രത്തോളം, മാ അംകനഹുവിന് സാധിക്കുന്ന അത്ര ഹാസിലാക്കുക, ഇതിനു വേണ്ടി അങ്ങനെ ആക്കുക. അപ്പൊ വാജിബാണ്. ഇനി സുമ്മയിൻ അത്താക്കർ റുക്കുഅ വസ്സുജൂദ്. അങ്ങനെ മലർന്ന് കിടന്ന് നിസ്കരിക്കുമ്പോൾ റുക്കുഉം സുജൂദ് എന്താ ചെയ്യേണ്ടത്, അതിന് സാധിക്കുമെങ്കിൽ, റുക്കുഉം സുജൂദിന് സാധിക്കുമെങ്കിൽ അത്താ ബിഹിമ, അത് രണ്ടും കൊണ്ടുവരണം. മലർന്ന് കിടക്കാൻ എന്താണ് ഈ പറഞ്ഞ പോലെ വീണു പോകുന്നതുകൊണ്ട്, ഇരുന്നാലും വീണു പോകുന്നതുകൊണ്ടാണ്, സൈഡ് ആ ചെരിഞ്ഞടക്കാൻ മുറിവോ അങ്ങനത്തെ എന്തെങ്കിലും ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ഇവനായി കിടക്കുന്നതിന്റെ ഇടക്കെന്താകാം, ഒന്ന് പതുക്കെ എഴുന്നേറ്റ് ഇങ്ങനെ സുജൂദും റുക്കുഉം ചെയ്യാൻ പറ്റും, ഒന്ന് ഇരുന്നിട്ട്, എന്നാ അത് കൊണ്ടുവരണം. വയില്ല ഔമ ബിഹിമാ ബിറസിഹി. അങ്ങനെ കൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ, അതിന് താക്കത്ത് കഴിവില്ലെങ്കിൽ തല കൊണ്ട് ആംഗ്യം കാണിക്കണം. അങ്ങനെയൊക്കെ ചരിഞ്ഞ് മലർന്ന് കിടന്നുകൊണ്ട് തന്നെ
തല ഇങ്ങനെ കുറച്ച് കുനിക്കുക റുക്കുവായിട്ട്, പിന്നെ കുറച്ചുകൂടി കുനിക്കുക. വയുഖർരിബു ജബ്ഹത്തഹു മിനൽ അർളി മാ അംകനഹു. അപ്പൊ അങ്ങനെ ആവുമ്പോ എന്ത് ചെയ്യണം? സാധിക്കുന്നത്ര ആ മുഖം, ഇവന്റെ മുഖം ഭൂമിയോട് അടുപ്പിക്കണം. പിന്നെ അപ്പൊ അതെങ്ങനെയാ? അതിന്റെ സൂറത്ത് പറയുന്നത് അഖറബൈലൽ അർളി എന്ന് പറഞ്ഞെടുത്ത് സൂറത്തുഹു അൻ യുസല്ലിയ മുസ്തൽഖിയൻ വലാ യുംകിനുഹുൽ ജുലൂസു ലിയസ്ജുദ മിൻഹു. ഇരുന്നിട്ട് എന്താണ് സുജൂദ് ചെയ്യാൻ കഴിയൂല. ഇരുന്ന് സുജൂദ് ചെയ്യാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പൊ സുജൂദിന് സാധിച്ച ആളാണല്ലോ. വലാക്കിൻ ഖദറ അല ജഅലി മുഖദ്ദമി റഅസിഹി അലൽ അർളി ഔ സുദ്ഗൈഹി ദൂന ജബ്ഹത്തിഹി. എന്നാൽ ഇങ്ങനെ തല ചരിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നെറ്റി ഭൂമിന്റെ മേലേക്ക് എത്തിക്കാൻ പറ്റും, ഭൂമിന്റെ മേൽ വെക്കാൻ പറ്റും. ഖദറ അല ജഅലി മുഖദ്ദമി റഅസിഹി അലൽ അർളി. അത് മുഖദ്ദമ റഅസ് ഇങ്ങനെ ചരിച്ചു വെക്കാൻ പറ്റും. അല്ലെ സുദ്ഗൈഹി ദൂന ജബ്ഹത്തിഹി, നെറ്റി വെക്കാൻ പറ്റൂല. ഈ സുദ്ഗ് എന്താണ്? ചെന്നി എന്ന് പറയുമല്ലോ. വജബ അൻ യഅതിയ ബിമഖ്ദൂരിഹി ഹൈസു കാനത്ത് ജബ്ഹത്തുഹു അഖറബ ഇലൽ അർളി. അപ്പോൾ ആ ജബ്ഹത്ത് ഭൂമിയിലേക്ക് അടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചരിക്കുക എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ എഴുന്നേറ്റ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അപ്പൊ അങ്ങനെ ചരിക്കണം എന്നർത്ഥം. എന്നിട്ട് കുനിക്കാൻ വേണം, രണ്ടു കൂടി വേണമല്ലോ. കുനിച്ചോണ്ട് ഇങ്ങനെ ചരിക്കുക എന്നർത്ഥം. ഇനി വയജാലു സുജൂദ് അഖ്ഫല, അത് കുനിക്കുമ്പോ എന്താക്കണം? കുറച്ചധികം കുനിക്കണം സുജൂദിന്. പിന്നെ വലാഹിറുൻ അന്നഹു യക്ഫി അദിനാ സിയാദത്തിന് അലൽ ഈമായി ബിർ റുക്കൂ, റുക്കൂവിനേക്കാൾ ഒരല്പം സിയാദത്ത് മതി എന്നുള്ളത് ലാഹിറാണ്. എന്ത് വേണ്ട? വൈൻ ഖദറ അല അക്സരി മിൻ സാലിക, അദിനാ സിയാദത്തിനേക്കാൾ അക്സറിന് സാധിക്കുമെങ്കിൽ അത് വേണ്ട എന്നാണ് ഖിലാഫൻ ലിമാ തവഹമഹു ബഅദുൽ ഇബാറാത്ത്, ചില ഇബാറത്തുകൾ തോന്നിപ്പിക്കുന്നതിനെതിരായിട്ട്. അതായത് ഇരിക്കുമ്പോ എന്താക്കണം നമ്മൾ പറഞ്ഞ്? പിന്നെ ആ അദിനാ സിയാദത്ത് അല്ല, അക്മൽ റുക്കോഴിന് സാധിക്കും എന്നുണ്ടെങ്കിൽ ഇവൻ അക്മൽ റുക്കോഴി ചെയ്തില്ലെങ്കിലും ഖിയാം അല്ല നൃത്തത്തിൽ നിന്ന് എന്ത് ചെയ്യുക? റുക്കോഴിന് പറ്റും, സുജൂദിന് പറ്റാത്ത സ്ഥലത്ത് അക്മൽ റുക്കോഴിന് ഇവന് സാധിക്കും. എന്നാൽ ആ അക്മലിനേക്കാൾ എന്താകണം? അധികമായി കുനിഞ്ഞുകൊണ്ട് സുജൂദ് ചെയ്യണമെന്ന് മുമ്പ് പറഞ്ഞല്ലോ. അപ്പൊ അത് കുറെ അധികം കുനിയാനുണ്ടാവും. അപ്പൊ അങ്ങനെ വേണ്ടത് അതിനാ സിയാദത്ത് മതി. ഇനി ഫൈൻ അജസ ഔമ അബി അജ്ഫാനിഹി, അപ്പൊ തല കൊണ്ട് ഇഷാർത്താക്കാൻ കഴിയില്ലെങ്കിലോ? മലർന്നു നടന്ന് തന്നെ നിസ്കരിക്കുന്നത്, തല ഉനിക്കാൻ കഴിയില്ല. എന്നാൽ ഔമ ആംഗ്യം കാണിക്കണം. ബി അജ്ഫാനിഹി, ഇവന്റെ കൺപോള കൊണ്ട് ആംഗ്യം കാണിക്കണം. വലയജ്ബൂന അലൽ ഔജഹി ഈമാഉൻ അഖ്ഫലു ലിസ്സുജൂദി, കൺപോള കൊണ്ട് ഈമാ ആക്കുക എന്ന് പറയുമ്പോൾ റുക്കൂഴും സുജൂദും വേർതിരിയാൻ വേണ്ടി അഖ്ഫല് സുജൂദിന് വേണ്ടി ആക്കണം. അത് നിർബന്ധമല്ല. കൺപോള കൊണ്ട് വലായജിബൂന, ഈ കൺപോളകളെ കൊണ്ട് എന്താണ് ഈമാ ആക്കുന്ന സ്ഥലത്ത് ഔജഹനുസരിച്ച് നിർബന്ധമല്ല. ഈമാവുൻ അഖ്ഫലു ലിസ്സുജൂദി, സുജൂദിന് വേണ്ടി അഖ്ഫലായ ഈമാ നിർബന്ധമല്ല. ബി ഖിലാഫിഹി ഫീമാ മറ, മുമ്പ് കഴിഞ്ഞതിനെതിരായിട്ട്. ലിലുഹൂരി തമ്മീസ് ബൈനഹുമ ഫിൽ ഈമായി ബിർ റഅസി, കാരണം എന്താ? ഇത് രണ്ടിന്റെ ഇടയിലുള്ള തമ്മീസ് ലാഹിറാണ്. ഫിൽ ഈമായി ബിർ റഅസി, തല കൊണ്ട് ഈമാ ആക്കുമ്പോ വേർതിരിയും. അത് തമ്മീസ് ലാഹിറാണ് എന്നാ. ദൂന തർഫി, തർഫ് എന്ന് പറഞ്ഞാൽ കണ്ണെന്നാ. അപ്പൊ കണ്ണിന്റെ പോള എന്നാണല്ലോ നേരത്തെ പറഞ്ഞത് അല്ലെ? കണ്ണിന്റെ പോളയാണ് ഉദ്ദേശം അല്ലെ? കണ്ണിങ്ങനെ താഴോട്ട് താക്കാന്നല്ല, കണ്ണിങ്ങനെ അടയ്ക്കാന്നാ അതിന്റെ പോള. അപ്പൊ അത് എന്താണ്? റുക്കൂൻ സുജു അത്ര ലാഹിറാവൂലല്ലോ. അതുകൊണ്ട് ലുഹൂർ ഒരിടത്തുണ്ട്, മറ്റിടത്തില്ലാണ്. ഫൈന അജസ, അപ്പൊ ഇനി ഇവൻ അജിസായാല് എന്തിനെ തൊട്ട് അജിസായി?
മുസ്തൽക്കിയായി നിസ്കരിക്കുന്നതിനെ തൊട്ട് ആജിസായാൽ എന്നാ. ഇപ്പൊ പറഞ്ഞ ആജിസ് മുസ്തൽക്കിയായി നിസ്കരിക്കുന്നതിനെ തൊട്ട് ആജിസായാൽ. മറ്റേ നേരത്തെ പറഞ്ഞ ഫൈൻ അജിസ ഔമാബി അജ്ഫാനിഹി എന്ന് പറഞ്ഞത് ആ തലകൊണ്ട് ഇഷാറത്താക്കുന്നതിനെ തൊട്ട് അജിസ് എന്നാ. ഇത് ഫൈൻ അജിസ ആ മുസ്തൽക്കിയായി നിസ്കരിക്കുന്ന നുക്കിരി ഹാല തെർക്കി കുല്ലിമാ ദുക്കിറ ഫിൽ വക്തി. അപ്പൊ അജിസ് എങ്ങനെ ഇക്റാഹായി അല തെർക്കി കുല്ലിമാ ദുക്കിറ, ഈ പറഞ്ഞതൊക്കെ ഉപേക്ഷിക്കുന്നതിന്റെ മേൽ ഇക്റാഹ് ചെയ്തു. അപ്പൊ ഈ തലകൊണ്ട് കുഞ്ച് അങ്ങനെ പറ്റൂല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അജ്ഫാന് കൊണ്ട് ആംഗ്യം കാണിക്കാൻ പറ്റൂല, ആംഗ്യം കാണിച്ചാൽ എന്താണ് എന്തെങ്കിലും ഉപദ്രവിച്ച് കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയത് ഉക്കിരിഹ എന്ന് പറഞ്ഞു. അല തെർക്കി കുല്ലിമാ ദുക്കിറ. എപ്പ ആജിസായി ഫിൽ വക്തി, സമയത്തിൽ ആജിസായി, സമയത്തിൽ കഴിയൂല, സമയം തീരുന്നതിന് മുമ്പ് ഇവന് സാധിക്കൂല, ആ സമയം തീരുന്നവരെ ഇവന്റെ ഇക്റാഹ് നിലവിലുണ്ട് എന്നർത്ഥം. അജ്റൽ അഫ്ആല, അപ്പൊ ഇവൻ ഫിഅലുകളെ അല ഖൽബിഹി, ഇവന്റെ ഹൃദയത്തിൽ നടത്തണം. ഫിഅല് മാത്രമല്ല കല്ലഖ്വാലി, കൗലുകളെ പോലെ. അപ്പൊ മനസ്സിലിങ്ങനെ ഓതുകയും ആലോചിക്കുകയൊക്കെ വേണം. അത് കൗല് എന്താണ് മനസ്സിൽ ഇജ്റാ ചെയ്യണം എന്ന് പറഞ്ഞത് ഇദഅ്തഖല ലിസാനുഹു, ഇവന്റെ നാവ് ബന്ധിക്കപ്പെട്ടതാണെങ്കിൽ, ഇവന് ഒന്നിൽ ഉച്ചരിക്കാൻ കഴിയില്ല, നാവ് തളർന്നുപോയി, അല്ലെങ്കിൽ നാവ് പിടിച്ചു കെട്ടിയിട്ടുണ്ട്, അങ്ങനെ ആകുമ്പോൾ നാവ് ഉച്ചരിക്കാൻ കഴിയില്ലെങ്കിൽ അതും എന്ത് ചെയ്യണം, മനസ്സിൽ നടത്തണം. ഉജൂബൻ, ഇത് നിർബന്ധ. അജറൽ അഫ്ആല എന്ന് പറഞ്ഞ ഉജൂബൻ ഫിൽ വാജിബത്തി, വാജിബായ കാര്യങ്ങളിലൊക്കെ അതിന്റെ അഫ്ആലും എന്ന പോലെ അഖ്വാലും വാജിബിൽ വാജിബായും ഇജ്റാ ചെയ്യണം. നെതുബൻ, നെതുബായ നിലയിൽ ഇജ്റാ ചെയ്യണം. ഫിൽ മന്ദൂബത്തി, മന്ദൂബായ കാര്യങ്ങളിൽ അഫ്ആലും അഖ്വാലും. വല യാദത്ത്, അവിടെ മടക്കി നിസ്കരിക്കേണ്ട ആവശ്യമില്ല. വലാ തസ്ഖുത്തു മിന്നുസ്സലാത്തു മാദാമ അഖ്ലുഹു സാബിത, ഇവന്റെ അഖ്ല് സാബിത്തായി നിലനിൽക്കുന്ന കാലത്തോളം നിസ്കാരം സാഖിത്താവൂല. അത് ഈ പറഞ്ഞ ഏതെങ്കിലും കോലത്തിൽ ചെയ്തു കൊള്ളണം. അതിന്റെ അവസാനത്തേതാണ് ഇപ്പൊ പറഞ്ഞത് ഇജ്റാ സലാത്തി. എങ്ങനെ ഇജ്റാ അഫ്ആലുസ്സലാത്തി അലൽ ഖൽബി എന്ന് പറഞ്ഞ്. അപ്പൊ അഫ്ആലുസ്സലാത്ത് ഖൽബിൽ ഇജ്റാ ചെയ്യുമ്പോ തന്നെ അഖ്വാല് നേരെ ഉച്ചരിക്കുന്നതും ഉണ്ടാവും, ഇജ്റാ ചെയ്യുന്നതും ഉണ്ടാവും. ഉച്ചരിക്കാൻ കഴിയുമെങ്കിൽ നാവ് കൊണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് ചിന്തിക്കണം. അങ്ങനെ അമ്മായിദ ഉക്രി ഹാല തലബുസി ബിഫീലി മുനാഫിൽ സലാത്തി. അപ്പൊ ബുദ്ധി നിലനിൽക്കുന്നിടത്തോളം സലാത്ത് സാക്കിത്താവൂല എന്ന് പറഞ്ഞപ്പോ ഇവന് നേരത്തെ പറഞ്ഞ് നിസ്കരിക്കരുത് എന്ന ഇക്റാഹാണ്. നിസ്കാരത്തിന് മുനാഫിയായൊരു കാര്യം കൊണ്ട് ഇക്റാഹ് ചെയ്താലോ, ഇവന് മനസ്സിൽ ഇജ്റാ ചെയ്യണം എന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം ചെയ്യണം എന്ന ഇക്റാഹ് ഉണ്ടാകാൻ പാടില്ലല്ലോ. വേറൊരു കാര്യം ശ്രദ്ധിക്കണം, അത് എന്താണ് പറയണം, അത് ചെയ്യണം എന്നിങ്ങനെ ഒരു മുനാഫി കൊണ്ടിട്ട് നിസ്കാരത്തിന് ഈ പറഞ്ഞ ഏതെങ്കിലും രീതിയിൽ നിർവഹിക്കാൻ എതിരാകുന്ന കാര്യം കൊണ്ട് ഇക്റാഹ് ചെയ്താലോ, അപ്പൊ ഫലായൽ ജമുഹു ഷൈഉൻ മാദാമൽ ഇക്റാഹു, ഇക്റാഹ് നിലവിലല്ല സമയം വരെ ഒന്നും നിർബന്ധമില്ല. ഇക്റാഹ് തീർന്നു കഴിഞ്ഞാൽ സമയം കഴിഞ്ഞെങ്കിൽ എന്താക്കണം, ഖളാ കിട്ടണം, ഇല്ലെങ്കിലും യാദത്ത്, അപ്പൊ അത് സമയത്തിൽ നിസ്കരിക്കണം. അങ്ങനെ ഇനി ഇന്നമാ ലസിമൽ മസ്ലൂബൽ ഈമാവു. അപ്പോ അങ്ങനെയാണെങ്കിൽ എന്താണ് മസ്ലൂബ്, ഈ കുരിശിൽ തറച്ചാള് കൈയും കാലും ഒക്കെ പിടിച്ച് ആണി വെച്ചിട്ട് ആ മസ്ലൂബാക്കി കളഞ്ഞ് ഇവൻ നിസ്കരിക്കണമല്ലോ, അക്കലിസ് ബാക്കി ഉണ്ടല്ലോ. അപ്പൊ അവൻ എങ്ങനെയാക്കും ഈമാവ്, ഇവന് ഈമാവ് നിർബന്ധമാണ്. ഈമാവ് എന്ന് പറഞ്ഞാൽ തല കുനിക്കാൻ കഴിയും, തലയിലൊന്നും ചെയ്യൂലല്ലോ, തലയിലാണി അടിക്കൂല. അപ്പോ തല കൊണ്ട് കുനിച്ചിട്ട് ഈമാ ആക്കണം, ഇത് നിർബന്ധമായി. ലി അന്നഹു ലം യുംന മിനസ് സലാത്തി, കാരണം എന്താ, ആ മസ്ലൂബ് നിസ്കാരത്തെ തൊട്ട് തടസ്സപ്പെടുത്തപ്പെട്ടവനല്ല. നിസ്കരിക്കരുത് എന്ന് അവനോട് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അതിന്റെ എതിരായ കാര്യം ചെയ്യണം എന്ന് അവനോട് പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈമാവ് നിർബന്ധമുണ്ട്. വഹാദ മുനിയ മിൻഹ, ആര്, ഈ മുനാഫില്ലത്ത് കൊണ്ട് തലബുസാകാൻ ഇക്റാഹ് ചെയ്യപ്പെട്ടവൻ, നിസ്കാരത്തിന് എതിരാകുന്നൊരു കാര്യം ചെയ്യണം എന്ന് ഇക്റാഹ് ചെയ്യപ്പെട്ടവൻ മുനിയ മിൻഹ, ആ നിസ്കാരത്തിനെ തൊട്ട് മന്യ ചെയ്യപ്പെട്ടവനാണ്. മഅസിയാദത്തി തലബുസി ബിഫിഇലിൽ മുനാഫി, നിസ്കാരം ഒഴിവാക്കണം എന്ന് മാത്രമല്ല, അതിനു പുറമെ നിസ്കാരത്തിന് എതിരാകുന്ന ഒരു കാര്യം ചെയ്യണം എന്ന എന്താണ്, അതുമായി ഏർപ്പെടണം എന്ന സിയാദത്തുമുണ്ട്.
അപ്പൊ ഇവിടെ എതിരായ കാര്യം ചെയ്യണം എന്ന് പറയുമ്പോൾ രണ്ട് കാര്യത്തിന്റെ മേൽ ഇക്റാഹ് ഉണ്ട് എന്നർത്ഥം. നിസ്കരിക്കാൻ പറ്റൂല എന്നും അതിനെതിര് ചെയ്യണം എന്നും ഇക്റാഹ് ഉണ്ട്. മസ്ലൂബിന്റെ അവിടെ ഇത് രണ്ടുമില്ല. അപ്പൊ തെൽസമുഹുൽ യാദത്തു, ഇവന് യാദത്ത് നിർബന്ധാണ് ലിനുദ്റത്തിഹി, അതായത് മുനാഫി ചെയ്യണം എന്ന് ഇക്റാഹ് ഉണ്ടല്ലോ, അവനിക്ക് യാദത്ത് നിർബന്ധാണ് ലിനുദ്റത്തിഹി, അവന്റെ ഉദ്ർ നാദിറായതുകൊണ്ട്. അല്ല, അവിടെ മാതാമൽ ഇക്റാഹു ഒന്നും നിർബന്ധമില്ല എന്നല്ല, ഇക്റാഹ് കഴിഞ്ഞാൽ നിസ്കരിക്കണം, അതിനെ കുറിച്ചല്ല, മസ്ലൂബിനെ സംബന്ധിച്ചാ. തെൽസമുൽ യാദത്തു എന്ന് പറഞ്ഞാൽ ആ മസ്ലൂബിന് മടക്കൽ നിർബന്ധമുണ്ട്, കാരണം ലിനുദ്റത്തി ഉദ്രിഹി. ഇനി വയഹ്സുലുഹുന ബിമായത്തി ഫിത്തലാഖി, ആ ഇക്റാഹ് എന്നിപ്പോ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് ഇക്റാഹ് ഉണ്ടാകുക അതാണ് പറയുന്നത്. വയഹ്സുലു, ആ ഇക്റാഹ് ഹാസിലാകും ഹുന ഇവിടെ എന്ന് പറഞ്ഞാല് പിന്നെ ഈ നിസ്കാരത്തിന് തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇക്റാഹ് വരുന്ന രീതിയിൽ ബിമായത്തി ഫി തലാഖ്, തലാഖിന്റെ മേൽ ഇക്റാഹ് ചെയ്യുന്ന ആ ഒന്നുകൊണ്ട്, ബിമാ ഒരു കാര്യം കൊണ്ട് ഹാസിലാകും, എത്തി ആ ഒരു കാര്യം വരുന്നുണ്ട്. എന്ത് എവിടെ വരുന്നുണ്ട്? ഫി തലാഖ്, തലാഖിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുത്തനെ ഭാര്യയെ തലാഖ് എല്ലാം വേണ്ടി ഇക്റാഹ് ചെയ്തു. അപ്പൊ അവിടെ മിന്നാജിൽ തന്നെ വരുന്നുണ്ട്. എങ്ങനെയാണ് അത്? എന്താണ്? ശക്തിയായ അടി കൊണ്ട്, ലർബുൻ ഷദീദ് അല്ലെ ഹബസും തവീല്, ദീർഘകാലം എന്ത് ചെയ്തു? ഹബസ് ഇടുക, പിന്നെ അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങൾ എന്നാ പറഞ്ഞത്. അല്ലാതെ എന്ത് വേണ്ട? കൊന്നുകളയും എന്ന ഭീഷണിയൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെയും എന്താണ് ഇവിടെ ഇക്റാഹ് അതുകൊണ്ട് ഹാസിലാകും എന്നാ പറഞ്ഞത്. കഥ അത്തലക്കഹു ബാദുഹും, അപ്പൊ ഇങ്ങനെ യഹ്സുലു ബിമായത്തി ഫി തലാഖി എന്ന് ഇത്തലാഖാക്കി അയിമത്തിൽ നിന്ന് ചിലര്. പക്ഷെ എന്നാൽ ഖിയാസ് മാമറ, മുമ്പ് പറഞ്ഞതിന്റെ ഖിയാസ് മീൻ സുഖു, എന്തില് മാമറ എന്താ? മീൻ സുഖൂത്തിന് അഹ്വിൽ ഖിയാമി ബിൽ മശക്കത്തി സാബിഖത്തി, മുമ്പ് പറഞ്ഞ ശദീദായ മശക്കത്തുണ്ടാകുമ്പോ ആ നൃത്തം എന്ന് പറഞ്ഞ സാക്കിത്താകും, അവന് ഇരിക്കൽ ജായിസ എന്ന് പറഞ്ഞല്ലോ. ഈ പറഞ്ഞതിന്റെ ഖിയാസ് അന്നമാഹുന ഔസഉ, ഇവിടെ ഉള്ളത് ഔസ ആണ്. അപ്പൊ ആ തലാക്കൽ വരുന്ന അത്രയും വേണമെന്നില്ല. ഫയഹ്സുലു ബി അദ്വന മിമ്മാഹുനാക്ക, ആ തലാക്കിൽ എന്തുകൊണ്ടാണോ ഇക്റാഹ് ഹാസിലാകുന്നത് അതിനേക്കാൾ അദ്വനും കൊണ്ട് തന്നെ ഇവിടെ ഹാസിലാകും. അപ്പൊ ഈ പറഞ്ഞ മശക്കത്തും ശദീദത്തുണ്ടാകുന്ന ഒരു കാര്യം കൊണ്ട് ഇക്റാഹ് ഹാസിലാകും. അതുകൊണ്ട് ഭീഷണിപ്പെടുത്തി നിസ്കാരം ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഹാസിലാകും എന്നർത്ഥം. അല്ലെങ്കിൽ അതിന്റെ നിസ്കാരത്തിന്റെ മുനാഫി ചെയ്യണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഹാസിലാകും. ഇനി സുന്നത്ത് നിസ്കാരം പറയുന്നത് വലിൽ ഖാദിരി അത്തനഫുലൂന മത്തിന്, ഈ നുസ്ഖയില് അൽ മുത്തനഫിലൂന, അത് ശരിയല്ല. വലിൽ ഖാദിരി, നിൽക്കാൻ കഴിവുള്ളവന് എന്താണ് ജായിസാണ് അത്തനഫുലു, സുന്നത്ത് നിസ്കരിക്കാം. അത് വലവ് നഹ്വ ഈദിൻ, പെരുന്നാൾ നിസ്കാരം പോലത്തതാണെങ്കിലും ശരി, അതുപോലത്തെ ജമാഅത്ത് സുന്നത്തുൽ നിസ്കാരം ഖായിദൻ, പിന്നെ ഇരുന്ന് നിസ്കരിക്കാം. ഇജ്മാഅൻ, അത് ഇജ്മാ ആണ് ഇരുന്ന് നിസ്കരിക്കാം എന്നുള്ളത്. അതിനു പുറമെ വലിയ കെസറത്തിൻ നവാഫിലി, സുന്നത്ത് നിസ്കാരം കെസീറാണല്ലോ, അപ്പൊ അതുകൊണ്ട് ഇരുന്ന് നിസ്കരിക്കാം എന്ന് തീരുമാനിച്ചത്. നിന്ന് നിസ്കരിച്ചാലോ അത് പ്രയാസമായി പോവും. പിന്നെ വക്കഥ മുൽത്തജൻ, ഇരുന്ന് തന്നെയല്ല, നിൽക്കാൻ കഴിവുള്ളവന് ചെരിഞ്ഞടന്ന് നിസ്കരിക്കാം. വല്ലഫ്ലു കൗനുഹു അലൽ യമീനി, എന്നാൽ ചെരിഞ്ഞടക്കുമ്പോ വലതുഭാഗം ചെരിഞ്ഞടക്കലാണ് അഫ്ലല് ഫില്ല സഹ്യ സഹ അനുസരിച്ച്. അപ്പൊ മുൽത്തജി ആകുക എന്ന് പറഞ്ഞത് അസഹ്, അസഹിന്റെ ദാനി അനുസരിച്ച് നിൽക്കാൻ കഴിവുള്ളവന് ചെരിഞ്ഞടന്ന് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റൂല. ഹദീസുൽ ബുഖാരി, അങ്ങനെ നിൽക്കാൻ കഴിവുള്ളവന് ഇരുന്ന് നിസ്കരിക്കാം എന്നുള്ളതിന്റെ തെളിവ് പറഞ്ഞു ഇജ്മാഅൻ വലി കസറത്തിൻ നവാഫിൽ. മുൽത്തജിയായി നിസ്കരിക്കാം എന്ന അസഹ് പറഞ്ഞ അതിന്റെ തെളിവ് എന്താ? അത് സലാത്തുൽ ഖായിദ്, സഹീഹ് ബുഖാരിന്റെ ഹദീസാണ്. അപ്പൊ വക്കദാ മുൽത്തജിയൻ എന്നതിന് തെളിവാണല്ലേ ഹദീസുൽ ബുഖാരി സലാത്തുൽ ഖായിദി അലൻ നിസ്ഫി മിൻ സലാത്തിൽ ഖായിമി, ഇരുന്ന് നിസ്കരിക്കുന്നവൻ, ഇരുന്ന് സുന്നത്ത് നിസ്കരിക്കാൻ, ആ സുന്നത്ത് തന്നെ പിന്നെ സുന്നത്ത് നിസ്കരിക്കുന്നവന്റെ പ്രതിഫലം എന്നർത്ഥം. അലൻ നിസ്ഫി മിൻ സലാത്തിൽ ഖായിമി, നിന്ന് നിസ്കരിക്കുന്നവന്റെ പ്രതിഫലത്തിന്റെ പകുതിയാണ്. സലാത്തുൻ നായിമി അലൻ നിസ്ഫി മിൻ സലാത്തിൽ ഖായിദി, ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നു. നായിമു എന്ന് പറഞ്ഞാല് അതുകൊണ്ട് മുത്തബാദിറാകുന്നത് ചെരിഞ്ഞു കിടക്കുക എന്നാണെന്ന് ശേഷം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ അയൽ മുൽത്തജി എന്ന് പറഞ്ഞത്.
ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവൻ, ആ ഹദീസിന്റെ വാക്യം തന്നെ, അവന്റെ പ്രതിഫലം എന്നർത്ഥം. അലൻ നിസ്ഫി മിൻ സലാത്തിൽ ഖായിദി, ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ പ്രതിഫലത്തിന്റെ പകുതിയാണ് എന്ന് പറഞ്ഞു. മഹല്ലുഹു, അപ്പൊ സഹീഹുൽ ബുഖാരിന്റെ ഹദീസില് നിൽക്കാൻ കഴിവുള്ളവൻ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അതാ പറയുന്നത് മഹല്ലുഹു ബിൽ ഖാദിരി, അത് നിൽക്കാൻ കഴിവുള്ളവൻ ഇരുന്ന് നിസ്കരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, പകുതി പ്രതിഫലം കിട്ടുന്നത്. അപ്പൊ പകുതി പ്രതിഫലം കിട്ടുമല്ലോ, അപ്പൊ അങ്ങനെ ജായിസാണെന്ന് വന്നു. മുൽത്തജി കണ്ടോ, അതാ സലാത്തുൻ നായിമി അലൻ നിസ്ഫി മിൻ സലാത്തിൽ ഖായിദി എന്ന് പറഞ്ഞത് ഖാദിറിലാണ്. അപ്പൊ നിൽക്കാൻ കഴിവുള്ളവൻ തന്നെ എന്താണ്, ചെരിഞ്ഞു കിടന്ന് നിസ്കരിച്ചാൽ അവൻ ഇരുന്ന് നിസ്കരിക്കുന്നതിന്റെയും പകുതി, അതായത് നിൽക്കുന്നതിന്റെ 1/4 പ്രതിഫലം കിട്ടുന്ന അർത്ഥം. പകുതിന്റെ പകുതി 1/4 അപ്പൊ അത് ജായിസാന്ന് വന്നല്ലോ. അപ്പൊ മഹല്ലുഹു ബിൽ ഖാദിരി എന്നതാണ് ഈ അസഹുൻ സാനിയായ ഖിലാഫിന്റെ മഹത്വ്. പിന്നെ ഓഫി ഗൈരി നബിയിന സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അല്ലാത്തവരെ കുറിച്ചാണ് ഈ പറഞ്ഞത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്താണ്, ഇരുന്ന് നിസ്കരിച്ചാലും നിന്ന് നിസ്കരിക്കുന്ന അതേ പ്രതിഫലം കിട്ടും. കാരണം എന്താ, ഇത് മിൻ ഖസായിസിഹി, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ് അന്ന തതവ്വുഅഹു ഗൈറ ഖായിമിൻ, നിന്നുകൊണ്ടല്ലാതെയുള്ള സുന്നത്ത് നിസ്കാരം ഹുവ, ആ സുന്നത്ത് നിസ്കാരം പോലെയാണ്, ഖായിമൻ നിന്നുകൊണ്ടുള്ള സുന്നത്ത് നിസ്കാരം പോലെയാണ്. കാരണം എന്താ, അത് ലിഅന്നഹു മൗമൂനുൽ കസ്ലി, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മടി വരൂല, മടിയെ തൊട്ട് നിർഭയത്വമുണ്ട്, അമ്നുണ്ട്. അപ്പൊ ഈ നിന്ന് നിസ്കരിക്കുന്ന ആൾ ഇരുന്ന് നിസ്കരിക്കുമ്പോ പകുതി പ്രതിഫലമാകുന്ന എന്താ, അതൊരു മടിയാണല്ലോ, അതുകൊണ്ടാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടാവില്ല. അപ്പൊ എന്താണ്, ഫുള്ള് പ്രതിഫലം കിട്ടും. വയൽസമുൽ മുൽത്തജിയ, പിന്നെ മുൽത്തജി ഇങ്ങനെ ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കൽ പറ്റുമെന്ന് പറഞ്ഞല്ലോ, ഇവന് നിർബന്ധമാണ് അൽ ഖുഊദുൽ റുക്കൂഇ സുജൂദ്, റുക്കൂഉം സുജൂദിനും വേണ്ടി ഇരിക്കണം, എന്നിട്ട് റുക്കൂഉം സുജൂദും പൂർത്തിയാക്കണം. അമ്മ മുസ്തൽഖിയൻ, അപ്പോ നിൽക്കാൻ കഴിവുള്ളവന് മലർന്ന് കിടന്ന് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റുമോ? അത് പറ്റൂല. അമ്മ മുസ്തൽഖിയൻ എന്ന് പറഞ്ഞാൽ അത്തനഫുൽ മുസ്തൽഖിയൻ, ആർക്ക്, ലിൽ ഖാദിരി എന്നർത്ഥം. ഫലായ സിയ്യ ഇംകാനിൽ ഇൽത്തിജായി, ചരിഞ്ഞു കിടക്കൽ സാധ്യമാകുന്നതോടുകൂടെ മലർന്നിടക്കാൻ പറ്റൂല. അപ്പൊ നിൽക്കാൻ പറ്റും, പക്ഷെ ചരിഞ്ഞിടക്കാൻ പറ്റൂല. കാരണം നേരത്തെ പറഞ്ഞ പോലെ വശത്ത് എന്തെങ്കിലും മുറിയോ അല്ലെങ്കിൽ എന്താണ് പൊള്ളലോ അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൈഡ് വേദന ഉണ്ട്, അപ്പൊ നിൽക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ചരിഞ്ഞിടക്കാൻ പറ്റൂല. എന്നാൽ എന്ത് ചെയ്യാം, മലർന്ന് കിടന്ന് സുന്നത്ത് നിസ്കരിക്കാമെന്ന് വരും. വൈൻ തമ്മ റുക്കൂഉഹു വസുജൂദുഹു, വൈൻ തമ്മ എന്നാണ്, വൈൻ തമ്മ വൈൻ തമ്മ റുക്കൂഉഹു വസുജൂദ്, അങ്ങനെ 2 സ്കൈലുള്ളത്. അപ്പൊ ഇങ്ങനെ മലർന്ന് കിടക്കുമ്പോ ഇവന്റെ റുക്കൂഉം സുജൂദും താമ്മാണെങ്കിലും പൂർണ്ണമാണെങ്കിലും ശരി, എഴുന്നേറ്റ് ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്, 2 പൂർത്തിയാക്കുന്നുണ്ട്. എന്നാലും പറ്റൂല അല്ലെ അദ്മി ഉറൂദിഹി, കാരണം അത് വാരിതായിട്ടില്ല. മലർന്ന് കിടന്ന് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത് വാരിതായിട്ടില്ല. അത് നേരത്തെ ആജിസിന്റെ മസലയിലാണ് പറഞ്ഞത്. പിന്നെ അപ്പൊ നേരത്തെ പറഞ്ഞ നായിമോ, ഇപ്പൊ സഹീഹുൽ ബുഖാരിന്റെ ഹദീസിൽ നായിമെന്ന് കിടക്കുന്നവന്നല്ലേ പറഞ്ഞു, അതിനാ പറഞ്ഞു വന്നായിമു, വാരിദായില്ല എന്ന് പറയുമ്പോ ഹദീസ് ഇഷ്കാലായി വരും. അതിന്റെ മറുപടിയാണ് വന്നായിമു. ആ നായിമു എന്ന് പറഞ്ഞ ഇന്നമാ യതബാദറു മിൻഹുൽ മുൽത്തജിഉ, യുതബാദറു മിൻഹു അൽ മുൽത്തജിഉ, ആ നായിമു എന്നതിൽ നിന്ന് മുത്തബാദിറാകുന്ന, മനസ്സിലേക്ക് വേഗം ഓടിയെത്തുന്ന മാന മുൽത്തജിഉ എന്നുള്ളതാണ്. അപ്പൊ അതാണ് അതിന്റെ ഉദ്ദേശം എന്നാ. അപ്പോ മുസ്തൽഖി വാരിദായിട്ടില്ല എന്നർത്ഥം. ഇനി ഈ ഹദീസുമായി ബന്ധപ്പെട്ടൊരു മസല, അതായത് പകുതി പ്രതിഫലം എന്ന് പറയുമ്പോൾ 20 റക്അത്ത് ഇരുന്ന് നിസ്കരിക്കുന്നതും 10 റക്അത്ത് നിന്ന് നിസ്കരിക്കുന്നതും ഇത് സവാബ് തുല്യാവോ? നേരത്തെ പറഞ്ഞനുസരിച്ച് തുല്യാവുന്ന വരുമല്ലോ. അതാവ തറദ്ദത ഗൈറുവാഹിദിൻ ഫി 20 റക്അത്തൻ മിൻ ഖുഊദിൻ, ഇരുന്നിട്ട് എന്ത് ചെയ്യുക, 20 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. അത് പിന്നെ ഹൽ തുസാവി, തുല്യമാവുക, 10 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനോട്, മിൻ ഖിയാമിൻ, നിന്നിട്ട് നിസ്കരിക്കുന്നതിനോട് തുല്യാവോ എന്നതിൽ പല ഇമാമിയങ്ങൾക്കും തറദ്ദുതുണ്ടായി. ഔല എന്ന് പറയുന്നവരാണ്. വല്ലതി യത്തജിഹു, എന്നാൽ അവിടെ ന്യായമായത് എന്താണ്, അന്നൽ 20 റക്അത്ത് അഫ്ളലു, അത് അഫ്ളലാണ്. മിന്നൈസു കസറത്തുൽ ഖിറാഅത്തി, ഖിറാഅത്ത് തോനെ ഉണ്ടല്ലോ, മറ്റേ 10 റക്അത്തല്ലോ, 20 റക്അത്തുണ്ട്. അപ്പൊ ഫാത്തിഹ 10 അധികോതണ്ടേ, സൂറത്ത് 10 അധികോതണ്ടേ. വത്തസാബിഹി, തസ്ബീഹുകൾ അധികം ഉണ്ടല്ലോ, റുക്കൂഉം സുജൂദും ഒക്കെ എണ്ണം കൂടും. എന്ന പോലെ അതിനൊക്കെ തസ്ബീഹുകളുണ്ട്. അപ്പൊ മഹാല്യഹ, ആ തസ്ബീഹുകളുടെ മഹല്ലുകളുടെ കസറത്തും പരിഗണിക്കുമ്പോൾ അത് റുക്കൂഉം സുജൂദും ഒക്കെ തഹിയ്യാത്തും ഒക്കെ ഉണ്ടല്ലോ.
ഇതിന്റെ മഹല്ലുകളും പരിഗണിക്കുമ്പോൾ ഈ 20 അഫ്ളല് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് മുത്തജിഹ്. പിന്നെ വൽ അശ്റു അഫ്ളലു എന്നാല് 10 റക്അത്ത് അഫ്ളലാണ് എന്ത് വിഷയത്തിൽ മിന്നൈസു സിയാദത്തുൽ ഖിയാമി, ഖിയാമ് വർദ്ധിക്കുക എന്ന നിലക്ക്. അപ്പൊ എന്ത് മനസ്സിലായി? ഈ 10 റക്അത്ത് ഇത് നിസ്കരിക്കാൻ എത്ര സമയം എടുത്ത്? 20 റക്അത്ത് നിസ്കരിക്കാൻ 40 മിനിറ്റാന്ന് വെക്കുക. എന്നാൽ ഈ 10 റക്അത്ത് നിസ്കരിച്ച് 40 മിനിറ്റ് കൊണ്ട് തന്നെയാണ്. അപ്പൊ 40 മിനിറ്റ് കൊണ്ട് 10 റക്അത്ത് നിസ്കരിക്കുമ്പോൾ 40 മിനിറ്റ് കൊണ്ട് 10 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ആ 10 റക്അത്തിന്റെ ഖിയാമ് എത്ര ഉണ്ടാവും? 20 റക്അത്തിൽ ഓരോ റക്അത്തിന്റെ ഖിയാമിനേക്കാൾ ഇരട്ടി ഉണ്ടാവുമല്ലോ, അല്ലെ? അല്ലെങ്കിൽ ഇരട്ടിയേക്കാൾ അധികം ഉണ്ടാവും. അവിടെ ഈ പറഞ്ഞത് ശരിയാവുള്ളൂ. മസല അവിടെ ഫർള് ചെയ്യുന്നത്. അപ്പോൾ സിയാദത്തുൽ ഖിയാമ് പരിഗണിച്ചിട്ട് അതാണ് അഫ്ളൽ. അങ്ങനെ തഫ്സീലാണ് എന്നർത്ഥം. ലിഅന്നഹു അഫ്ളലു അർക്കാനി സ്വലാത്തി. കാരണം എന്താ? ഖിയാമ് ആ നിസ്കാരത്തിന്റെ അർക്കാനുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. അപ്പോൾ അത് പരിഗണിച്ചിട്ട് ലിൽ ഹദീസ് സഹീഹ് അഫ്ളലു സ്വലാത്തി തുലുൽ ഖുനൂത്തി എന്ന് പറഞ്ഞ ഹദീസുണ്ട്. തുലുൽ ഖുനൂത്തി എന്ന് പറഞ്ഞ ഖിയാമ് എന്നാ. വലിയന്ന ദിക്റഹു, അതിനും പുറമെ ആ ഹദീസും ഉണ്ട്. എന്ന പോലെ ഖിയാമിലെ ദിക്റാകുന്നത് ഏതാണ്? ഖിയാമിലെ ദിക്റുൽ ഖിറാഅത്ത്, ഖിറാഅത്താണ്. അഫ്ളലു മിൻ ദിക്രി ഗൈരിഹി, മറ്റുള്ള സുജൂദ് റുക്കൂ ഒക്കെ ഉണ്ടല്ലോ, അതിലെ ദിക്റിനേക്കാൾ അഫ്ളലാണ് ഖിയാമിന്റെ ദിക്ർ. അപ്പൊ ആ നിലക്കും ഖിയാം അഫ്ളലാണ് എന്നാ. അപ്പൊ വേറൊരു വിഷയം, വേറെ ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ, എന്ത്? അഖറബുമായ യകൂനുൽ അബ്ദു മിനല്ലാഹി അയ്യക്കൂന ഫിസ്സുജൂദി എന്നർത്ഥം വരുന്ന ഹദീസ് ഉണ്ടല്ലോ. അല്ലാഹു തആലയോട് ഏറ്റവും അഖറബാകുന്ന, അടിമ ഏറ്റവും അഖറബാകുന്ന അവൻ സുജൂദിലാകുമ്പോഴാണ്. അപ്പൊ സുജൂദാണ് അഫ്ളൽ എന്ന് വരൂലേന്ന് ആ ഹദീസ് അങ്ങനെ തേടുന്നുണ്ടല്ലോ. അതിന് മറുപടി കൗനുൽ മുസല്ലി അഖറബമായ യകൂനു മിർ റബ്ബിഹി, റബ്ബിനോട് ഏറ്റവും അടുക്കുന്നത് ഇദാക്കാന സാജിദൻ, അവൻ സുജൂദിലാകുമ്പോഴാണ് എന്നുള്ളത്. ഇന്നമാഹുവ, അത് ബിന്നിസ്ബത്തിൽ ഇസ്തിജാബത്തി ദുആഇ, ദുആഇന് ഉത്തരം കിട്ടുക എന്നതുകൊള്ള നോക്കിയിട്ട് മാത്രമാണ്. ഫീഹി, എവിടെ വെച്ച്? സുജൂദിൽ വെച്ചിട്ട് ദുആഇന് ഉത്തരം കിട്ടും. അപ്പോൾ ഖിയാമിലും റുക്കൂയിലും ഒക്കെ ദുആഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ ദുആഇക്ക് ഉത്തരം കിട്ടുന്നത് എപ്പോഴാ? സുജൂദിലാകുമ്പോഴാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ സുജൂദ് മുത്തലഖ് അഫ്ളലാണ് എന്നല്ല. ഫലാ യുനാഫി അഫ്ളലിയ്യത്തൽ ഖിയാമി, അപ്പം എന്തില്ല? അത് ഖിയാം അഫ്ളലാണ് എന്നതിനെതിരല്ല. ഇനി വൽ ഹാസിലു, അപ്പോ ഇതിപ്പോ 2 ഹദീസും രണ്ടും തേടിയില്ലേ, അല്ലേ? എന്ന പോലെ നേരത്തെ 20 അഫ്ളലാണ് ഖിറാഅത്തും തസ്ബീഹും അതിന്റെ മഹല്ലും പരിഗണിച്ചിട്ട്, മറ്റത് സിയാദത്തുൽ ഖിയാമുള്ള നോക്കുമ്പോൾ അഫ്ളലാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ എല്ലാം കൂടി ചുരുക്കം പറഞ്ഞാല് അന്ന തത്വീലഹു അഫ്ളലു മിൻ തക്രീരി ഗൈരിഹി. പിന്നെ ഈ ഖിയാമ് നീട്ടുക എന്നുള്ളത് പിന്നെ വൽ ഹാസിലു എന്ന് പറഞ്ഞാല് ആ അല്ലദീ യത്തജിഹു എന്ന് പറഞ്ഞതിന്റെ ഹാസില് എന്നർത്ഥം. അതിന്റെ ഹാസിൽ എന്താണ്? അന്ന തത്വീലഹു, ആ ഖിയാമ് നീട്ടല് അഫ്ളലാണ്. എന്തിനേക്കാൾ? മിൻ തക്രീരി ഗൈരിഹി, ആ ഖിയാമ് അല്ലാത്തത് ആവർത്തിക്കുന്നതിനേക്കാൾ. കസ്സുജൂദി, സുജൂദ് പോലെ അല്ലെ? അപ്പൊ 20 റക്അത്ത് നിസ്കരിക്കുമ്പോൾ എന്താവും? സുജൂദിന്റെ ആവർത്തനം വരും, റുക്കൂഇന്റെ ആവർത്തനം വരും, ഖിയാമിന്റെ തന്നെ ആവർത്തനവും വരും. അതിനേക്കാൾ നല്ലത് ഖിയാമ് നീട്ടലാണ്. അന്നൽ കലാമ, ഇനി അതിനും പുറമെ അന്നൽ കലാമ, നമ്മളിപ്പോ പറഞ്ഞ ഈ 20ഉം 10ഉം അഫ്ളൽ ഏത് എന്നുള്ളത് ഫീമാ ഇദസ്തവ സമാനാനി, രണ്ടിന്റെയും സമയം തുല്യമാകുമ്പോഴാണ്. ഞാൻ നേരത്തെ പറഞ്ഞേ 2നും 40 മിനിറ്റ് തന്നെ എടുക്കുമ്പോഴാണ്. ഉദാഹരണം പറഞ്ഞ വസ്സമനുൽ മസ്റൂഫില് തൂലുൽ ഖിയാമി, അപ്പൊ തൂലുൽ ഖിയാമ് നീട്ടാൻ വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന സമയം അഫ്ളലു, അത് അഫ്ളലാണ് മിന സമനിൽ മസ്റൂഫിൽ തക്രീരി സുജൂദി, സുജൂദ് ആവർത്തിക്കാൻ വേണ്ടി ചെലവഴിക്കുന്ന സമയത്തിനേക്കാൾ ഖിയാമ് നീട്ടുന്നതാണ്. ഇതാണ് അതിന്റെ ചുരുക്കം. അപ്പൊ എന്തായി? ആ പറഞ്ഞ 10 റക്അത്ത് അഫ്ളൽ എന്ന് വന്നു, അല്ലെ?
ചുരുക്കപ്പം അങ്ങനെ വന്നല്ലോ. ഫൈൻ കൊൽത്ത മല്ലഫ്ലലുമിൻ തൈനിക്ക സിയാദത്തൈനി, അത് ആ രണ്ട് സിയാദത്തിൽ ഏതാണ് അഫ്ലല്, ആ രണ്ട് സിയാദത്തിൽ ഏതാണ് അഫ്ലല്? സിയാദത്തുൽ ഖിയാമും അതുപോലെ സിയാദത്ത് ആ സുജൂദ് പോലത്തതും. ഖുൽതു ഹാദൽ ഖബറു യഖ്തലി മസിയ്യത്തുൽ ഖിയാമി, ഈ ഹദീസ് ഏത് അഫ്ലലുൽ എന്താണ് അഫ്ലലു സ്വലാത്തി തൂലുൽ ഖുനൂത്തി എന്ന് പറഞ്ഞ ഹദീസ് എന്ത് തേടുന്നു? അത് ഖിയാമ അഫ്ലലും തേടുന്നു. ഖബർ ഒമൻ സല്ലാ ഖായിദൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫലഹു നിസ്ഫു അജ്രിൽ ഖായിമി എന്ന് പറഞ്ഞില്ലേ, അത് യുഫ്ഹിമു ഇസ്തിവാഅഹുമാ, അത് രണ്ടും തുല്യമാണ് എന്നുള്ളതിനെയും തേടുന്നു. ഏത് രണ്ടും? ആ ഖിയാമും സുജൂദും രണ്ടും തുല്യമാണെന്നുള്ളതിനെയും തേടുന്നു. ഖിയാമ് നീട്ടലും ഖിയാമല്ലാത്തതിനെ ആവർത്തിക്കലും രണ്ടും തുല്യാന്നുള്ളതിനെയും തേടുന്നു. എന്നാലല്ലേ പകുതി പ്രതിഫലം കിട്ടുള്ളൂ. അപ്പോൾ കൗനുൽ മന്ദൂഖി, അപ്പോ ഇത് ആദ്യം പറഞ്ഞ എക്തലയും ഒന്നാമത്തെ ഹദീസ് എന്താണ്? സ്വരീഹാണല്ലോ. അഫ്ദലു സലാത്തി തൂലുൽ ഖിയാമി എന്ന് പറഞ്ഞാൽ മന്ദൂക്ക് കൊണ്ടാണ് അറിയിക്കുന്നത്. ഒമൻ സല്ലാ ഖായിദൻ എന്ന് പറഞ്ഞ ഹദീസ് ഇസ്തിവാഇന്റെ മേൽ അറിയിക്കും എന്ന് പറഞ്ഞത് എങ്ങനെയാ? അത് മഫ്ഹൂം കൊണ്ട് അറിയിക്കുന്നത്. അപ്പോൾ അതാ ഞാൻ പറയുന്നത്. കൗനുൽ മന്ദൂഖി അഖ്വ, അങ്ങനെ ഒരു ഖായിദുണ്ട്. മന്ദൂഖ് അഖ്വയാണ് മിനൽ മഫ്ഹൂമി എന്നത് ഉള്ള നോക്കുമ്പോൾ യുറജ്ജിഹുൽ ഊല, അത് ഒന്നാമത്തേന് തർജീഹ് ചെയ്യുന്നു. എന്താണ് ഒന്നാമത്തെ തർജീഹ് എന്ന് പറഞ്ഞത്? പിന്നെ അത് ഈ തൂലുൽ ഖിയാമാണ് അല്ലേ? തൂലുൽ ഖിയാമ് എന്നുള്ളത് പിന്നെ ലാസിയമൻ യുറജ്ജിഹുൽ ലാസിയമൻ വൽ ഖബറുസ്സാനി തുഇന ഫി സനദിഹി വദ്ദുഇയ നസ്ഖുഹു, അത് ഒന്നാമത്തേനെ തർജീഹ് ചെയ്യും ഇങ്ങനെ കൗനുൽ മന്ദൂഖ് എന്നുള്ള നിലയ്ക്ക്. അതിനും പുറമെ രണ്ടാമത്തെ ഹദീസ് മഫ്ഹൂം കൊണ്ട് അറിയിക്കുന്നതിന് പുറമെ ആ രണ്ടാമത്തെ ഹദീസിലൊരു തയ്യാറുണ്ട്. അത് ലാസിയമൻ വൽ ഖബറുസ്സാനി തുഇന ഫി സനദി, എൻ്റെ സനദിൽ തഅന് വന്നിട്ടുണ്ട്, ആ ഹദീസ് സ്വഹീഹല്ല എന്നുള്ള ആക്ഷേപം വന്നിട്ടുണ്ട്. വദ്ദുഇയ നസ്ഖുഹു, ആ ഹദീസ് മൻസൂഖാണെന്ന വാദവുമുണ്ട്. അതൊക്കെ മാറ്റി വെച്ചാലാണ് മഫ്ഹൂം പിടിച്ചാൽ തന്നെ മറ്റേ മന്ദൂഖ് കൊണ്ടാണല്ലോ എന്ന് പറയുന്നത്. തുഇന ഫി സനദിഹി എന്നാണ് എന്താണ് ഒരു നുസ്ഖയിൽ, മറ്റേൽ തുഇന ഫി നസ്ഖിഹി എന്ന് പറഞ്ഞ നുസ്ഖ ഉണ്ട്, അത് തെറ്റാ. ഇനി ഫിൽ മജ്മൂഇ ഇതാലത്തുൽ ഖിയാമി അഫ്ളലു മിൻ തക്രീർ റകഅത്തി എന്ന് മജ്മൂഇൽ പറഞ്ഞിട്ടുണ്ട് എന്നാ. അപ്പോൾ അതനുസരിച്ച് എന്തെന്നെ ഈ നേരത്തെ പറഞ്ഞ 10 റകഅത്താണ് അഫ്ളൽ എന്നർത്ഥം. ഇനി വലിൽ മുത്തനഫിലി ഖിറാഅത്തുൽ ഫാത്തിഹത്തി, മുത്തനഫിൽ സുന്നത്ത് നിസ്കരിക്കുന്ന ആളിന് ഫാത്തിഹ ഓതാം. ഫി ഹുവിയിഹി അല്ലെ ഫി ഹവിയിഹി, ഇവൻ എഴുന്നേൽറ്റ് വരുമ്പോൾ, അതായത് സുന്നത്ത് നിസ്കരിക്കുന്നത് ഇരുന്നല്ലേ നിസ്കരിക്കുക, അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇവൻ എഴുന്നേക്കാൻ വിചാരിച്ച്, അപ്പോൾ ആ എഴുന്നേറ്റ് ഇങ്ങനെ വരുമ്പോൾ തന്നെ ഫാത്തിഹ ഓതാൻ കുഴപ്പമില്ല. ആജിസിനെ പോലെ എല്ലാം നടത്താം. ആജിസായിരുന്നു നിസ്കരിച്ച് ആ ഇരുത്തത്തിൻ്റെ ഇടയിൽ ഇവന് നിൽക്കാൻ കഴിവുണ്ടായി. അപ്പം ഇവൻ എഴുന്നേൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എഴുന്നേറ്റ് വരുമ്പോൾ ഫാത്തിഹ ഓതരുത്, എഴുന്നേൽക്കിട്ട് നിന്ന് പൂർത്തിയായ ശേഷം ഫാത്തിഹ ഓതാവുന്ന. അപ്പോൾ ഇവിടെ അങ്ങനല്ല. വസലലി ഹദ്ദ് റാക്യ, ഇവൻ റാക്യന്റെ ഹദ്ദിലേക്ക് എത്തിയാലും ശരി ഫീമാ യദ്ഹറു. അപ്പം ഇങ്ങനെ ഹദ്ദുർ റുക്കൂയിൽ നിന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇപ്പം ഫാത്തിഹ ഓതുന്നത്, എന്നാലും കുഴപ്പമില്ല. ഹവിയിഹി എന്ന് പറഞ്ഞാൽ ഇപ്പം കുനിഞ്ഞു നിന്നുകൊണ്ട് എന്നാണല്ലോ, എഴുന്നേൽക്കുക എന്നല്ല. ഫാത്തിഹ ഓതാ കുനിഞ്ഞു നിന്നുകൊണ്ട്, പിന്നെ ഇങ്ങനെ അങ്ങോട്ട് കുനിഞ്ഞുകൊണ്ടുകൊണ്ട് ഫാത്തിഹ ഓതാം. അപ്പം ആ നൃത്തം കുനിഞ്ഞിട്ടാണേലും കുഴപ്പമില്ല നൃത്തം. ആ ഹദ്ദുറാക്കയിൽ എത്തിയാലും, കാരണം എന്താ അന്നഹദ അക്രബുലിൽ ഖിയാമി മിനൽ ജുലൂസി, ആ ഹദ്ദുറുക്കുയിൽ നിൽക്കുക എന്നുള്ളത് ജുലൂസിനേക്കാൾ ഖിയാമിനോട് അക്രബാണ്. പിന്നെ ജുലൂസിൽ തന്നെ ഫാത്തിഹ ഓതാലോ, ഇരുന്നിട്ട് തന്നെ ഓതാം. അപ്പോൾ റാക്കിയായ അവസ്ഥയിൽ നിന്നിട്ട് ഓതലോ, അത് ഖിയാമിനോട് അക്രബാണ്. അപ്പോൾ ഏതായാലും പറ്റും. ഒമിൻ സമ്മ ലസിമൽ ആജിസ കമാ മറ, ഇത് ഖിയാമിനോട് അക്രബായതുകൊണ്ടാണ് അത് നിർബന്ധമായത്. ആർക്ക് നിർബന്ധമായി? ഏത് നിർബന്ധമായി? ഹദ്ദുറുക്കോൾ നിർബന്ധമായി എന്നർത്ഥം. ആർക്ക്? ആജിസിന്. ആജിസ് എന്ന് പറഞ്ഞാൽ ഇവൻ എന്തായി? കമാമറ മുമ്പ് പറഞ്ഞല്ലോ. അതായത് ഫൈലം യുത്തിക്ക് ഇന്തിസാബൻ വസാറ കറാക്കിയൻ എന്ന് പറഞ്ഞില്ലേ, ഇവന് നിവർന്നു നിൽക്കാൻ കഴിയില്ല, ഇവന് ഇങ്ങനെ നട്ടല് വളഞ്ഞു പോയിട്ട് റുക്കൂഴിൻ്റെ ഹാലിലായിപ്പോയവൻ, അവന് അതേ അവസ്ഥയിൽ നിൽക്കണം എന്ന് പറഞ്ഞല്ലോ. അത് ഇതുകൊണ്ടാണ് ഞാൻ അതെ എമ്പകയല്ലഹു ലായുസബ് റുക്കൂഴു. എന്നാൽ ഇവൻ അങ്ങനെ നിന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? റുക്കൂഴിൻ്റെ ഹദ്ദിൽ നിന്നിട്ടാണ് സുന്നത്ത് നിസ്കരിക്കുകയാണ് ഫാത്തിഹ ഓതുന്നത്. അപ്പം ഇതിന് റുക്കൂഴിന് എന്താക്കും?
ആ റുക്കൂഴിനാകണമെങ്കിൽ ഒരല്പം അധികം കുനിയണം ഖിറാഅത്ത് കഴിഞ്ഞിട്ട്, എന്നാലേ റുക്കൂഴ് പരിഗണിക്കുള്ളൂ എന്നാണ് പറയുന്നത്. എംബഗി അന്നഹു ലാ യുഹ്സബു റുക്കൂഉഹു, ഇവന്റെ റുക്കൂഴ് പരിഗണിക്കപ്പെടൂല ഇല്ലാ ബി സിയാദത്തി ഇൻഹിനാഇൻ, ഒരു ഇൻഹിനാവ് വർദ്ധിപ്പിക്കണം. ലഹു എന്തിനു വേണ്ടി, റുക്കൂഴിന് വേണ്ടി ഒന്നാൽ അധികം കുനിയണം. ബഅദ ഫറാഇ ഖിറാഅത്തിഹിം ഫാത്തിഹിം സൂറത്തൊക്കെ ഓതിയതിനു ശേഷം. എന്തിനാ അതിൽ അല്ലാ യൽസമ ഇത്തിഹാദ് റുക്നയിൽ ഖിയാമി റുക്കൂഴി, ഒരല്പം കൂടി അധികം കുനിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്തുവരും, ഖിയാമു റുക്കൂഴ് എന്ന് പറഞ്ഞ രണ്ട് റുക്കിന് ഒന്നായി പോകും, അത് വരാതിരിക്കാൻ എന്ന. വയഹ്തമിലു അന്നഹു ലാ യുസ്തറത്തു ദാലിക, അങ്ങനെ സിയാദത്ത് വേണമെന്ന് പറഞ്ഞിട്ട് പറയാം അത് വേണ്ട എന്നതിനും ഇഹ്തിമാലുണ്ട്. ബൽ യക്ഫി സിയാദത്തു തുമൈനീനത്തിൻ ബി ഖസ്ദിഹി, എന്ത് ചെയ്താൽ മതി, ഈ ഫാത്തിഹ സൂറത്തൊക്കെ ഓതി കഴിഞ്ഞതിന് ശേഷം ഒരു തുമൈനീനത്ത് വർദ്ധിപ്പിച്ചാൽ മതി. ബി ഖസ്ദിഹി, റുക്കൂഉ ഉദ്ദേശത്തോടുകൂടെ. അപ്പോൾ ഫാത്തിഹ സൂറത്തൊക്കെ ഓതി കഴിഞ്ഞാൽ ഇനി റുക്കൂഴെന്ന് മനസ്സിൽ കരുതുക, എന്നിട്ട് റുക്കൂഴിൽ തുമൈനീനത്ത് വേണമല്ലോ, അത് ചെയ്യുക, എന്നിട്ട് പിന്നെ ഇഅ്തിദാലിലേക്ക് വരിക, ഇത് മതി. വലാ ബുഅദ ഫീ ദാലിക്കൽ ഇത്തിഹാദി, അപ്പൊ രണ്ടും ഒന്നാവൂലേ എന്ന് ചോദിച്ചില്ലേ, റുക്കൂഴും എന്ന പോലെ ഖിയാമും ഒന്നാകുമെന്ന് പ്രശ്നം വരുമല്ലേ എന്ന്. അത് കുഴപ്പമില്ല, ലാ ബുഅദ, അതാകുന്നതിന് ബുഅദില്ല, കുഴപ്പമില്ല. കാരണം എന്താ, അലാ തറ അന്നൽ മുസല്ലിയ ഖാഇദൻ നഫ്ലൻ, അതിന് വേറെ സ്ഥലത്തുണ്ട് അങ്ങനെ നിസ്കരിക്കുന്ന ആള്, ഇരുന്ന് നിസ്കരിക്കുന്ന ആള് എന്ത് നിസ്കരിക്കുന്നു, നഫ്ലൻ സുന്നത്ത് നിസ്കരിക്കുന്നു. യത്തഹിദു മഅല്ലു തശഹുദിഹിൽ അവ്വലി, ഇവന്റെ ഒന്നാമത്തെ തഹിയ്യാത്തിന്റെ മഹല്ലും വ ഖിയാമിഹി, ഇവന്റെ ഖിയാമിന്റെ മഹല്ലും ഒന്നാകും എന്നാ. അതായത് ഇരുന്ന് എന്താണ് നിസ്കരിക്കുകയാണ്, അപ്പോൾ എന്ത് 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കാം, സുന്നത്ത് നിസ്കരിക്കാം 4 റക്അത്ത്, അപ്പോൾ ഇരുന്ന് തന്നെ നിസ്കരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ തഹിയ്യാത്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത 3-ാമത്തെ റക്അത്തിന്റെ ഖിയാമല്ലേ, അതിനെന്ത് ചെയ്യും, അതിനിവൻ നിയ്യത്ത് കൊണ്ട് വേർതിരിക്കുക എന്നല്ലാതെ എഴുന്നേക്കാനൊന്നുമില്ലല്ലോ, ആ ഇരിക്കുന്ന ഇരുത്തം തന്നെയല്ലേ. അപ്പോൾ അവിടെ എന്താണ്, രണ്ടും ഒന്നാകുന്നില്ലേ, അപ്പോൾ രണ്ടാം ഒന്നാകുന്നില്ലേ, എന്നിട്ട് തമയ്യസാനി ബിദിക്രിഹിമ, അത് രണ്ടും വേർതിരിയുന്നത്, തശഹുദിന്റെ മഹല്ലും ഖിയാമിന്റെ മഹല്ലും വേർതിരിയുന്നത് രണ്ടിന്റെയും ദിക്റ് കൊണ്ടല്ലേ. എന്ന പോലെ തന്നെ ഇവിടെ ഒന്നായിക്കോട്ടെ, തുമൈനീനത്ത് കൊണ്ടും നിയ്യത്ത് കൊണ്ടും എന്താണ് ഖസ്ദ് കൊണ്ടും വേർതിരിഞ്ഞാൽ മതി എന്ന് വെക്കാം. അപ്പോൾ വേറൊരു വിഷയമുണ്ട്, അവിടെ തശഹുദിന്റെ പോലെ നിർബന്ധമല്ലല്ലോ, ഇവിടെ 2 റുക്കിനല്ലേ, ഖിയാമു റുക്കുവും 2 റുക്കിനല്ലേ, അവിടെ ഒരു സുന്നത്തും ഫർളുമല്ലേ എന്ന് പറഞ്ഞാലോ, അതിന് പറയുന്നു കൗനുമാഹുന, ഇവിടെ ഉള്ളത് ഏത്, ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ എന്താണ് തശഹുദിന്റെ മഹല്ലും ഖിയാമും, അതിലുള്ളത് സുന്നത്തൻ വ റുക്കിന, അത് ഒരു സുന്നത്ത് ഒരു റുക്കിനാണ് എന്നുള്ളതും. വമാഹുനാക്ക, അവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഖിയാമു റുക്കൂഴ് 2 ഒന്നാകുന്ന സ്ഥലത്തുള്ള റുക്കിനാനി, അത് 2 റുക്കിനാണ് എന്നുള്ളത്. ലൈസലഹു കബീറു തഅ്സീരിൻ ഫിൽ ഫർഖി, അത് രണ്ടും വ്യത്യാസപ്പെടുന്നതിൽ വലിയ ഫർക്കൊന്നുമില്ല. കബീറു തഅ്സീരിൻ ഫിൽ ഫർഖി, വലിയ സ്വാധീനമൊന്നുമില്ല. അപ്പം അത് മദീന ഇങ്ങനെ പറഞ്ഞിട്ട് പറയാം. സുമ്മ റഅയ്തു ബഅദഹും ബഹസൽ അവ്വല, പിന്നെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ചില അയിമ്മത്ത് എന്താണ് ഒന്നാമത്തെ ബഹസായി പറഞ്ഞത്, ഏത് അങ്ങനെ ഒരല്പം അധികം കുനിയണം എന്ന് പറഞ്ഞത്. വാഹദഹു, ആ അവലിനെ അവർ അഖ്ദ് ചെയ്തു, മിൻ ഖൗലിഹിം, അവർ പറഞ്ഞതിൽ നിന്ന് അഖ്ദ് ചെയ്തതാണ്. അന്നല്ലിത്തിയാന ബിത്തഹറുമി ഫി ഹാലിർ റുക്കൂഇ, റുക്കൂഇന്റെ രൂപത്തിൽ നിന്നുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുക എന്നുള്ളത്. റുക്കൂഇന്റെ ഹാലിൽ എന്ന് പറഞ്ഞാൽ ഐ സൂറത്തിഹി, റുക്കൂഇന്റെ സൂറത്തിൽ നിന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുക എന്നുള്ളത് മുനാഫിൽ ലിൽ ഫർലി, അത് ഫർലിന് എതിരാണ്, ലാലിൻ നഫിലിൽ നഫിലിന് എതിരല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഫർലിന് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്താൽ മതിയാവില്ല, സുന്നത്തിന് അങ്ങനെ കുഞ്ഞുന്നുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്താൽ ശരിയാവും. കാരണം ജുലൂസിൽ ചെയ്താൽ പറ്റുമല്ലോ, അപ്പോൾ ഇതേതായാലും പറ്റുന്നില്ല. ഫൈദാ ജാസ തഹറുമുഹു ഫിർ റുക്കൂഇ, അപ്പോൾ റുക്കൂഇൽ നിന്നുകൊണ്ട് തഹറുമു പറ്റുമെങ്കിൽ ഫഖിറാഅത്തുഹു കദാലിക, അപ്പോൾ അവൻ്റെ ഖിറാഅത്തും അങ്ങനെ തന്നെയാണ്. പക്ഷേ ലാക്കിൻ യംബഗി തഖീദുഹു ബിമാ ദക്കർതുഹു എന്നതിൽ നിന്ന് അവരതിനെ പിടിച്ചിട്ടാണ് ഒന്നാമത്തതിനെ ബഹ്സ് ചെയ്തത്. ആ ഒന്നാമത്തേനെ ബഹ്സ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ഫാത്തിഹ ഓതാം എങ്ങോട്ട് പോകുമ്പോൾ ഫി ഹവിയ്യി, ഇവൻ അങ്ങോട്ട് കുനിഞ്ഞു പോകുമ്പോൾ ഫാത്തിഹ ഓതണം എന്നത് അതാണ് ആ പറഞ്ഞത്. അവല് എന്ന് പറഞ്ഞതിന് പിന്നെ ഗർദി അങ്ങനെ പറഞ്ഞത്. ഐ ഖൗലഹു ഖിറാഅത്തുൽ ഫാത്തിഹത്തി ഫി ഹവിയ്യിഹി എന്ന് പറഞ്ഞതിന് ഇത് കാരണം പറഞ്ഞു. അത് ശരിയാണ്. ലാക്കിൻ എന്നിട്ട് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഇപ്പറഞ്ഞത് അതിനെ കൈതാക്കണം ബിമാ ദക്കർതുഹു,
ഈ ബഹസിനെ ഞാൻ പറഞ്ഞെന്താ, നഅം യംബഗി എന്ന് പറഞ്ഞില്ലേ. നഅം യംബഗി എന്ന് പറഞ്ഞാൽ ആ റുക്കൂ മഹ്സൂബ് ആകണമെങ്കിൽ ഒരല്പം കുനിയണം, അധികം കുനിയണം എന്നതുകൊണ്ട് കൈതാക്കണം എന്ന. പിന്നെ ബഅലഹും അഫ്ത, പിന്നെ എന്ന പോലെ റഅയ്തു ബഅലഹും ആദ്യം പറഞ്ഞു, എന്ന പോലെ ബഅലഹും വേലച്ചേരലിനെ ഞാൻ കണ്ടു. അഫ്ത ഫി ഖാഇദിൻ, ഇരുന്ന് നിസ്കരിക്കുന്നവരിൽ ഫത്വ കൊടുത്തു. ഇന്നഹന, അയാൾ കുനിഞ്ഞു. എന്തിനെ തൊട്ട്? അനിൽ ഖുഊദി, ഖുഊദിനെ തൊട്ട് കുനിഞ്ഞു. ബിഹൈദു ലാ യുസമ്മ ഖാഇദ, എന്താണ് ഖാഇദ് എന്ന് പറയാത്ത രീതിയിൽ അങ്ങോട്ട് കുനിഞ്ഞു. ആ രീതിയിൽ കുനിഞ്ഞാല് ശരിയാവുമല്ലേ? അന്നഹു യസിഹു, സഹിയാകും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഖാഇദ് എന്ന് പറയാത്ത രീതിയിൽ കുനിഞ്ഞിരുന്നു കൊണ്ട് എന്താക്കി? ഫാത്തിഹ ഓതിയെന്നായിരിക്കും, എന്നാൽ ശരിയാവും. വയസീദു ഇൻഹിന അല്ലി റുക്കൂഴി, അതുണ്ടോ. പിന്നെ റുക്കൂഴിന് വേണ്ടി ഒന്ന് അല്പം അധികം കുനിയണം എന്ന് പറഞ്ഞു. ബിഹൈദു ലായബുലു മസ്ജിദഹു, ആ സുജൂദിന്റെ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്യരുത്. അങ്ങനെ ഓ സരീഹും ഫീമ കയ്യത്തു ബിഹിമാ മറ. അപ്പൊ ഈ പറഞ്ഞ എന്താണ് ബയലിന്റെ ഫത്വ ഞാൻ പറഞ്ഞതിൽ സരീഹാണ്, ഞാൻ കൈതാക്കിയതിൽ. നഅം യംബഗി എന്ന് പറഞ്ഞ അത് മറ്റൊരു ഫത്വയ്ക്ക് കൈതായി പറഞ്ഞല്ലോ, അതിൽ സരീഹാണ് എന്ന് പറഞ്ഞു. ഇനി വൈത്തിറാലുഹു, ഇതിനെ ഇത്തിറാൽ ചെയ്തു ബി ഖൗലിഹിം. വൈത്തിറാലുഹു എന്ന് പറഞ്ഞാല് ഞാൻ കൈതാക്കിയതിനെ നഅം യംബഗി എന്ന് പറഞ്ഞില്ലേ, അതിനെ ഇത്തിറാൽ ചെയ്തു ബി ഖൗലിഹിം, അസ്ഹാബിന്റെ ഖൗലുകൊണ്ട്. അന്നൽ മുൽത്തജിയ യർതഫിഉ ലിർറുകൂഇ കഖായിദിൻ, ചരിഞ്ഞു കിടക്കുന്നവൻ എന്താക്കണം? റുക്കൂഴിന് വേണ്ടി എഴുന്നേൽക്കണം. അല്ല, എഴുന്നേക്കാൻ കഴിയുമെങ്കിൽ എഴുന്നേക്കണ്ടേ. പിന്നെ കഖായിദിന്, ഇരിക്കുന്നവനെ പോലെ എന്ന് പറഞ്ഞു. യുറദ്ദു, അത് ആ ഇത്തിറാൽ മർദൂദാണ്. ബി അന്നഹു ലാ യുംകിനു ഹുന റുക്കൂഉ മിമ്മാ ഹുവ ഫീഹി, ഇവിടെ ഏതിലാണോ അവനുള്ളത് അതീന്ന് റുക്കൂഴ് പറ്റൂലല്ലോ. അതീന്ന് റുക്കൂ പറ്റൂല എന്ന് പറയുമ്പോൾ റുക്കൂയിലായിട്ടല്ലേ നിലനിൽക്കുന്നത്, അവിടെ നിന്നിട്ടല്ലേ ഫാത്തിഹ ഓതി. പിന്നെ എങ്ങനെ പിന്നെ കുനിയ? ഫലസിമഹുൽ ഇർതിഫാഉ ഇലൽ മർത്തബത്തില്ലത്തി ഖബ്ലഹു, അപ്പൊ ഇവന് അതിനു മുമ്പുള്ള മർത്തബയിലേക്ക് മടങ്ങൽ ആ ഇർതിഫാഇൽ ലാസിമായി. സുമ്മർ റുക്കൂഉ ഫിഹ, പിന്നെ റുക്കൂഉ ചെയ്യുക. മിമ്മ ഹുന എന്ന് പറഞ്ഞത് ഏത്? മുൽത്തജി യർതഫിഉ ലിർറുകൂഇ കഖായിദിൻ എന്ന് പറഞ്ഞില്ലേ, ചരിഞ്ഞു കിടക്കുന്നവൻ റുക്കൂഴിന് വേണ്ടി ഉയരണം എന്ന് പറഞ്ഞു. അപ്പോ പിന്നെ അവിടെയാണ് ലായുംകിനു ഹുന എന്ന് പറഞ്ഞാൽ അവിടെ. ബിഖിലാഫിഹി ഫി മസലത്തിന, നമ്മളെ മസലയിലെ റുക്കൂവിനെതിരായിട്ട്. നമ്മളെ മുസലയിൽ എന്ന് പറഞ്ഞാൽ ഇവർ റുക്കൂവിൽ നിന്നുകൊണ്ടല്ലേ എന്ത് ഓതുന്നത്. അപ്പോൾ ഒരല്പം കൂടി കുനിഞ്ഞാലോ, അപ്പം നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് റുക്കൂഴ് നിർവഹിക്കാൻ കഴിയും, മറ്റേ പറ്റൂല. അപ്പോൾ എഴുന്നേക്കേണ്ടി വന്നതാണ്. ബഅലഹും ജവ്വസ എന്ന പോലെ എന്തായി? ബഅലിനെ ഞാൻ കണ്ടു എന്നാ, നേരെ റഅയ്തു ബഅലഹും എന്ന് പറഞ്ഞാൽ അതിന്റെ ജവ്വസ ലി മുരീദ് സജ്ദത്തി തിലാവത്തി, തിലാവത്തിന്റെ സുജൂദ് ഉദ്ദേശിക്കുന്നവന് ജായിസാക്കി. എവിടെ തിലാവത്ത്? ഫിന്നഫിലി, സുന്നത്തസ്കാരത്തിൽ തിലാവത്തിന്റെ സുജൂദ് ഉദ്ദേശിക്കുന്നവന് ഖിറാഅത്തൽ ഫാത്തിഹത്തി, ഫാത്തിഹ ഓതുക, ഫി ഹവിയിഹി, ഇവന്റെ കുനിച്ചില് ഫാത്തിഹ ഓതുക, ഇലാ ഉസൂലിഹി ലിസ്സുജൂദി, ഏതുവരെ ഫാത്തിഹ ഓതാം? സുജൂദിലേക്ക് എത്തുന്നത് വരെ ഫാത്തിഹ ഓതാം. എന്താ ഇപ്പോൾ പരിപാടി? ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ടല്ലേ ആയത്ത് ഓതിയത്, എന്നിട്ടല്ലേ പിന്നെ സുജൂദിന് പോകുന്നത്. അപ്പോൾ പിന്നെ ഫാത്തിഹ ഓതാന്ന് പറഞ്ഞാൽ എന്താ? അതാ അതിന് രൂപം പറയുന്നുണ്ട് കരുതി. ഐ യസ്ജുദലി ഖിറാഅത്തിൽ ഖുർആനി, ഔ തദക്കറ ബഅദ ഖിറാഅത്തി ആയത്തി സജ്ദത്തി അന്നഹു തറക്കൽ ഫാത്തിഹത്ത ഔ ശക്ക ഫീഹ ഫയഖറഉഹാ ഫിൽ ഹവിയ്യീൻ. അതായത് സജ്ദന്റെ ആയത്ത് ഓതി കഴിഞ്ഞപ്പോൾ ഇവനെന്തായി? ഞാൻ ഫാത്തിഹ ഓതിയില്ലായിരുന്നല്ലോ എന്ന് ഓർമ്മയായി, അല്ലെങ്കിൽ സംശയമായി. അപ്പോൾ പിന്നെ ഫാത്തിഹ ഓതുകയും വേണം, സുജൂദ് ചെയ്യുകയും വേണം. അപ്പോൾ സുജൂദിലേക്ക് പോകുമ്പോൾ ഫാത്തിഹ ഓതിക്കൊണ്ട് പോകാം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി നാലാമത്തെ റുക്കനാണ് അല്ലേ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.